ഹീറോ ആവെന്ന് പറയുന്ന കാര്യം അതാണ്. ആ ശരണാഗതിയുടെ തത്വമാണത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ രാവിലെ ഇങ്ങനെ ക്രൈം വാർത്തയൊക്കെ കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. എന്ത് ചെയ്യാം, നമ്മൾ നല്ല വാർത്തകളും നല്ല കാഴ്ചകളും ഒക്കെ ആയി ഒരു ദിവസം തുടങ്ങാമെന്ന് കരുതിയാലും വരുന്ന വാർത്തകളൊന്നും ആ തരത്തിലുള്ളതല്ല. ഇന്നിപ്പോൾ രാവിലെ വരുന്നതെല്ലാം വയനാട്ടിൽ നിന്ന് ആശങ്കയുടെ വാർത്തയാണ് വരുന്നത്. കൊച്ചിയിൽ നിന്ന് നമുക്ക് ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങുമോ, ഇന്നലെ വലിയ നാടകമൊക്കെ ആയിരുന്നു ജയിലിനകത്തുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ജാമ്യ ഉത്തരവ് കൈപ്പറ്റിയ സ്ഥിതിക്ക് ഇന്ന് ബോബി പുറത്തിറങ്ങുമോ, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയണം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ അറിയാമല്ലോ, അത് ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയാണ്. ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ പൊളിക്കണോ വേണ്ടയോ, ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിനെതിരെയും ഒരു ജനവികാരമൊക്കെ ഉണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നത്, നിയമം നടപ്പാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കുടുംബം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതുകൂടി നോക്കാം എന്നാണ് ഇപ്പോൾ റവന്യൂ അധികൃതരും പോലീസും ഒക്കെ വിചാരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ഇന്നലെ വന്നത് അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ്. കൊണ്ടോട്ടിയിൽ ഒരു 19 വയസ്സുകാരി നവവധുവാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക് പിന്നിൽ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന്, ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഭർത്താവിന്റെ ഭാഗത്തുനിന്നൊക്കെയുള്ള മാനസിക ബുദ്ധിമുട്ടിക്കലുകളാണ് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വാർത്തകളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. പക്ഷെ അതിനിടയിലും പോസിറ്റീവായിരിക്കാൻ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, അതൊക്കെ പോസിറ്റീവ് ആക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. അമരക്കുനിക്കടുത്ത് തൂപ്രയിൽ ആടിനെ കൊന്നു. ഒരാഴ്ചക്കിടെ കടുവ ആക്രമണത്തിൽ ചത്തത് 5 വളർത്തുമൃഗങ്ങൾ. ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങുമോ? ജയിലിനുള്ളിൽ ബോബിയുടെ നാടകം തുടരുന്നു. ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് ജാമ്യം നടപ്പാക്കേണ്ടെന്ന് ബോബി അഭിഭാഷകരെ അറിയിച്ചതിനെ തുടർന്ന്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത അകറ്റാൻ ജില്ലാ ഭരണകൂടം വിവാദ സമാധി കല്ലറ പൊളിച്ചു പരിശോധിക്കും. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. കോടതിയെ സമീപിക്കുന്നത് ഗോപൻ സ്വാമിയുടെ കുടുംബം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്ന് വിലയിരുത്തൽ. മലപ്പുറത്തെ നവവധുവിന്റെ മരണത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇന്നെടുക്കും. ഷഹാന മുംതാസ് ജീവനൊടുക്കിയത് നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാൽ എന്ന കുടുംബം. ഷഹാനയുടെ സംസ്കാരം ഇന്ന് കൊണ്ടോട്ടിയിൽ. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഇന്നത്തെ ദിവസം നിർണായകം. NM വിജയന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യം നൽകരുതെന്ന് പോലീസ്. സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മകരവിളക്ക് കണ്ട് മനസ്സ് നിറഞ്ഞ തീർത്ഥാടകരുടെ മടക്കം. മലയിറങ്ങുന്നത് 2 ലക്ഷത്തോളം ഭക്തർ. തിരക്കൊഴിവാക്കാൻ വിപുലമായ സൗകര്യങ്ങൾ. മഹാകുംഭമേളയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. പ്രതീക്ഷിക്കുന്നത് 40 കോടിയോളം തീർത്ഥാടകരെ. ആദ്യം നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിശദമായി തന്നെ അനീഷ് തന്ന വിവരങ്ങൾ കേട്ടു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമരക്കുനിയിൽ തൂപ്രയിൽ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത്. ഇതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 5ആയി. കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഉണ്ട്. അതിനു മുൻപ് അനീഷ് കുമാറിലേക്ക് പോകും മുൻപ് അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. ഇന്നലെ നമ്മൾ ഡ്രോൺ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ മിസ്സായിരുന്നു. ആ സമയത്ത് അവിടെ വെടിവെക്കാൻ കഴിഞ്ഞില്ല. DFOന്റെ സംഘത്തോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു. 11:50 ആയപ്പോഴാണ് ഇവിടുന്ന് ചന്ദ്രേട്ടനെ ചേച്ചി വിളിച്ചു എന്ന രൂപത്തിൽ വാർഡ് മെമ്പർ വിളിക്കുന്നത്.
ആ സമയം തന്നെ നമ്മൾ മുഴുവൻ ടീമും RRT സംഘം ഉൾപ്പെടെ DFO ഡിപ്പാർട്ട്മെന്റ് ആളുകളെല്ലാം ഇവിടെ എത്തി. അപ്പോൾ ആടിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോലുമില്ല. ഈ കൂടിന് പുറത്തേക്ക് ആടിനെ വലിച്ചഴയ്ക്കാൻ വേണ്ടി കടുവയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവർ എണീറ്റ് ബഹളം വെച്ചപ്പോൾ കടുവ മാറുന്നില്ലുണ്ടായി. പിന്നീട് പക്ഷേ ഡ്രോൺ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കടുവയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇന്നലെ ഇവിടെ ഫോറസ്റ്റുകാർ ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മാങ്ങാക്കൊല്ലി ഭാഗത്താണ് ഈ കഴിഞ്ഞ രാത്രി ഒരു ആടിനെയും കൂടെ കടുവ പിടികൂടി. അന്നേരം ഇതിനെ ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തുകയും ഈ വീട്ടിനുള്ളിൽ വെറ്റിനറി ഡോക്ടർമാരടക്കം തമ്പടിക്കുകയും ഈ കടുവ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് അവിടെ നിന്നും ഇതിനെ മയക്കോടി വെക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന് ഫലപ്രാപ്തി കണ്ടിട്ടില്ല. എന്നാലും ഈ ശ്രമം നമ്മൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് തീരുമാനിക്കുന്നതായി. ഊട്ടിക്കവല ഭാഗത്ത് തെർമൽ ഡ്രോണിൽ സൈറ്റ് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് പാതിരാത്രി ആയതിനു ശേഷം ഇതിന്റെ സഞ്ചാരപഥം ഇങ്ങോട്ടേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനസ്സിലായത്. 12 മണിക്ക് ശേഷമാണ് ഈ ഒരു മാങ്ങാക്കൊല്ലി ഭാഗത്ത് ഈ ഒരു ആടിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ തുടർന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വെറ്റിനറി ഡോക്ടർമാർ ഇവിടെ ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കോടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. ഇപ്പോൾ വിസിബിലിറ്റിക്ക് പുറത്താണോ സാർ? അതെ, നിലവിൽ ഇനിയിപ്പോ നമ്മൾ ഈ പകൽ സമയമായതുകൊണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് പകരം നോർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന തുടരുന്നതാണ്. MS അനീഷ് കുമാർ വയനാട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ DFOയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവരെ സംബന്ധിച്ച് ഈ കടുവയെ അവർ കാണുന്നുണ്ട്, അവർക്ക് കടുവയുടെ സാന്നിധ്യം എവിടെയാണുള്ളത് എന്ന് അറിയാം. പക്ഷെ പ്രശ്നം ഈ കടുവയെ ഒരു ദൂരപരിധിയിൽ കിട്ടുന്നില്ല എന്നതാണ്. പക്ഷേ നാട്ടുകാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച് ആശങ്ക മാത്രമാണല്ലോ അവരുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടു, കടുവ കൊന്നിട്ട് ആടിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ഈ 5-ാം ദിവസം ആകുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ കടുവ ഇവിടെ എവിടെയും തിരിച്ചു ചെന്ന ഒരു പതിവില്ലല്ലോ. പിന്നെയും ആ വീട്ടിൽ തന്നെ പരിശോധനയുമായി നിൽക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? ശ്രീജ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടമാണ് തൂപ്രായിൽ ചന്ദ്രൻ എന്നയാളുടെ വീട്, അതായത് അംഗൻവാടിക്കടുത്തുള്ള സ്ഥലത്ത് ഈ ഭാഗത്ത്, അതായത് ഈ കൂടിന്റെ ഇങ്ങേയറ്റത്താണ് ആ കയറ് പോലും പൊട്ടിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്നാണ് ആ ആടിനെ കടുവ പിടിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ ഈ തൊഴുത്തിന് പിന്നിൽ കാണുന്ന ഇടങ്ങൾ ഒരു കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു വനപ്രദേശത്തും പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാപ്പിച്ചെടികളുണ്ട്. ഈ ഭാഗത്തൂടെയൊക്കെ ആവാം ഒരുപക്ഷെ കടുവ എത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം ഒരു വിജനമായ മേഖലയാണ് ഈ തൊഴുത്തിന് അപ്പുറ ഭാഗത്തേക്ക്. ആ തോട്ടത്തിന് താഴെ ഉള്ളത് കിടക്കുന്നത് ഒരു പാടമാണ്. പാടം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു മേഖല. ഒരു വശത്ത് ജലാശയമുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് നെൽപ്പാടം. അത് കഴിഞ്ഞാണ് ഈ കാട് പോലെ കാണുന്ന സ്ഥലം. അതിനിപ്പുറമാണ് ഈ കോളനിയിലേക്ക് എത്തുന്ന ഈ തോപ്ര അംഗൻവാടിയുടെ സമീപമുള്ള ഈ സ്ഥലം. ഇവിടെ നിന്നും ആടിനെ കടിച്ചെടുത്ത ശേഷം പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. കടിച്ചെടുത്ത ആടിനെ പുറത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ഈ വീട്ടുകാർ വിവരം അറിയുകയും ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് ഈ പതിവ് പോലെ കടുവ കടന്നു കളഞ്ഞു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്ത് എത്തുകയും ആടിനെ വീടിന്റെ മുൻവശത്തേക്ക് മാറ്റിയിടുകയുമായിരുന്നു. ഒരുപക്ഷെ ഈ വഴിയിൽ കൂടെയൊക്കെ ഈ ഭാഗത്തൂടെ ആവാം കടുവ ഓടി രക്ഷപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആടിനെ ഇവിടെ ഇട്ടു. സാധാരണഗതിയിൽ ഒരു ആടിനെ അല്ലെങ്കിൽ മറ്റു ജീവികളെ കൊന്നാൽ അതിനെ ഭക്ഷിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും ഈ കടുവയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. ഇത്തരമൊരു സാധ്യത കണക്കിലെടുത്താണ് ആടിനെ അവിടെ തന്നെ ഇടുകയും ആ കടുവയെ വീണ്ടും ആകർഷിക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്തത്. അവിടെ വെച്ചാണ് കടിച്ചത്, അല്ലേ? അതെ, അതാണ് കൂട്. ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന സാഹചര്യത്തിൽ കുടുംബനാഥൻ കണ്ണുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്തപ്പോൾ കടുവ പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. വീണ്ടും ആ കടുവ ഒരു 4:30 ആയപ്പോൾ വീണ്ടും വന്ന് ആടിനെ പിടിച്ച് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നും കൂടെ വന്നിട്ടുണ്ട്. 2ാം പ്രാവശ്യവും 4:30
കടുവ വന്നിട്ടുണ്ട് വെളുപ്പിന്. അപ്പൊ അകത്ത് ഉണ്ടായിരുന്നില്ലേ? അകത്ത് നമ്മുടെ ഷൂട്ടർ ഉണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇത് പെട്ടെന്ന് ആളുകളുടെ മുന്നിൽ നിന്ന് മറയുകയാണ് ഉണ്ടായത്. ഇത് ആളുകളൊരു ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയർന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോ 7-ാം തീയതി കണ്ട കടുവയെ ഇതുവരെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രയാസമുണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും കടുവ ഇങ്ങനെ സ്ഥലം മാറി മാറി ആടുകൾ ഉപദ്രവിക്കുന്ന നിലയുണ്ട്. ഇത് വലിച്ചുകൊണ്ട് പോകുന്നില്ല, കൊന്നിട്ടിട്ട് പോകുന്ന നിലയാണുള്ളത്. അപ്പൊ അടിയന്തരമായി ഇതിനെ പിടികൂടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. വനംവകുപ്പിനെ സംബന്ധിച്ച് ഇന്നലെയുള്ള ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ രണ്ടാമത് വന്ന സമയത്തും വെടിവെക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോഴേക്കും കടുവ പെട്ടെന്ന് മാറുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധവുമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വനംവകുപ്പ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ ആദ്യം വന്നു, രണ്ടാമത് വീണ്ടും ഈ ഇതിനെ വലിച്ചെടുക്കാൻ വന്നു. അപ്പൊ RRT സംഘം ഈ വീടിനകത്തുണ്ട്. പക്ഷെ എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്യാൻ റെഡി ആകുമ്പോഴത്തേക്കും കടുവ മാറുന്ന വരെ അതാണ് ഇപ്പൊ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞത്. അതായത് ഈ വീടിനുള്ളിൽ ശ്രീജ നമുക്ക് കാണാം കടുവ എത്തിയ ആട്ടിൻകൂട് അവിടെയാണ്. അതിന്റെ നേരെ എതിർവശത്തായി ഈ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ആടിനെ ഇട്ടിരുന്നത്. അവിടേക്കാണ് 4-ഓടുകൂടി വീണ്ടും ആടെത്തിയത്. ഈ വീടിനുള്ളിലാണ് ഇന്നലെ ഡോക്ടർ അരുൺ സക്കറെ അടക്കമുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി മുഴുവൻ തമ്പടിച്ചത്. അവിടെ നിന്നും ഈ പുറത്തേക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഈ ജനലിലൂടെയും മറ്റുമൊക്കെ ഈ ലക്ഷ്യത്തിലേക്ക് ടാർഗറ്റ് ചെയ്താണ് ഇരുന്നത്. പക്ഷെ അവർക്ക് പിടികൂടാൻ പറ്റില്ല. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 11:45 ഞാൻ TV കണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ ഇവിടെ കിടക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ കടുവപ്പേടി ഉള്ളത് കാരണം തീയെല്ലാം കൂട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു കിടന്നത്. ഈ ന്യൂസിൽ ഇങ്ങനെ അമരക്കുനീത്തെ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ ന്യൂസ് എന്തായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11:45 അപ്പോഴാണ് പെട്ടപ്പെട്ടേന്ന് ഒച്ച ഇട്ടിട്ട് ചാടി എണീപ്പ് ചേട്ടൻ വാതില് ഇത് ജനല് തുറന്നപ്പോഴേനും ഓടുന്ന കണ്ടു. ചേട്ടൻ കണ്ടു. ഞാനിവിടുന്ന് എണീറ്റ് ഓടി വന്ന വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും വാതില് തുറക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മെമ്പറെ വിളിച്ച് അനിയന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് പുറത്തിറങ്ങല്ലേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ തന്നെ എത്തി. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനിയൊരു തള്ളയാടുണ്ട്. ഇത് വലിയ അതിനെ കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഈ ചവിട്ടിക്കാനൊക്കെ വരുമ്പോ 500 രൂപ കിട്ടും. അപ്പൊ എന്നും കാക്കാമാര് വരുമ്പോ കൊടുക്കാതെ നിർത്തിയതായിരുന്നു. ഇന്നലെയും വന്നതാ, എന്നിട്ടും കൊടുത്തില്ല. അപ്പൊ ഒരു ഇതിന്റെ തള്ളയും ഉണ്ട്, അത് പ്രസവിക്കാറായി നിൽക്കുന്നുണ്ട്. കൊടുക്കാതെ വെച്ചോണ്ടിരുന്നിട്ട് ഇങ്ങനെയായി. കൊടുക്കാതെ ഇന്നലെയും വന്നത് ആൾക്കാര്. അപ്പൊ നമുക്കൊരു വരുമാനം ഉണ്ടല്ലോ പറഞ്ഞിട്ട് വരുമാനം മുടങ്ങി. ഞങ്ങൾക്ക് ആടിനെ പൈസ എന്തെങ്കിലും അത് മാത്രം ആടിനെ അതിനൊരു ജീവനാണല്ലേ. ഇന്നലെ ഞങ്ങൾ പോയെടുത്ത് ഈ തള്ളയാടിനെ കൊണ്ടുപോയപ്പം കുപ്പിപ്പാല് കൊടുത്ത് വളർത്തുന്ന ആളുകളെ കുട്ടികള് ഇത് പ്രസവിക്കാറായി നിൽക്കുക നമ്മളാട്. അതിനപ്പുറത്ത് തന്നെ കൊണ്ടേ കെട്ടി. രാത്രി തന്നെ ഇവര് വന്നപ്പോ കൂട്ടുന്ന് മാറ്റി മോന്റെ അടുത്ത് കൊണ്ടേ കെട്ടിയിരിക്കുക. അതിനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടണം. കാശ് പോയാലല്ല, അതിനേക്കാൾ ഒരു അവര് മോനെ പോലെ ഇവിടുത്തെ ഒരു അങ്ങല്ലേ പോയത്. ഞങ്ങളെ വീട്ടിലത്തെ ഒരാളല്ലേ പോയത്. നിങ്ങളുടെ കുടുംബാംഗമായിട്ട് തന്നെയാണ് ഇതിനെ കണ്ടിരുന്നത്. വരുമ്പോഴേനും കരച്ചില് ചെന്ന് ചപ്പൊക്കെ കൊടുക്കുക. പിന്നെ ചവിട്ടിക്കാൻ കൊണ്ടുവരുമ്പോ 500 രൂപ വെച്ച് കിട്ടും ഒരാടിന് ചവിട്ടിച്ചത്. അപ്പൊ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതാണ് വരുമാനം. പിന്നെ പാല് കറന്നു കൊടുക്കുമായിരുന്നു. ഇപ്പൊ പ്രസവിക്കാറായി നിൽക്കുക. നല്ല പാലുള്ള ആടാണ്. അപ്പൊ പാലിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ കൂലിപ്പണിയല്ലേ, ചേട്ടന് പണിയില്ലാതെ കുറേ ആയി. ഇപ്പൊ ഇന്നലെ രാത്രി അവരിവിടെ ഇതിനകത്തായിരുന്നായിരിക്കുമല്ലേ ഈ വനംവകുപ്പിന്റെ ആൾക്കാരൊക്കെ? എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ, സാറുമാരൊക്കെ ഉണ്ടായി. എന്നിട്ട് 4-4:30 ഒന്നുകൂടെ വന്നായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് മോന്റെ വീട്ടിലേക്ക് പോയി. മാറ്റി ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും ചെറിയ മോനും ഉണ്ടായിരുന്നു മോന്റെ വീട്ടിൽ. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. ചേട്ടനവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. ഞാൻ രാവിലെ 6 മണിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞപ്പോ വരണ്ടാന്ന്. അപ്പോഴാണ് ഞങ്ങള് വന്നത്. അടുത്ത് തന്നെ വീട്, അതാണ് മോന്റെ വീട്. എന്തായാലും സർക്കാർ എന്തെങ്കിലുമൊക്കെ തരാതിരിക്കില്ല. എല്ലാരും ഉണ്ടല്ലോ ഇപ്പം.
അതാണ് ഈ പണം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആടിനെ നഷ്ടപ്പെടുന്നതിലുപരി അവരൊരു കുടുംബാംഗത്തെ പോലെ കണ്ട് വളർത്തിയിരുന്ന ആടാണ്. അതിന്റെ ഒരു വിഷമം ആണ് ആ അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. അവരുടെ കണ്ണുനീർ തോരുന്നില്ല. ഈ വീട്ടിനുള്ളിൽ എത്തിയാണ് അവർ അരുമയായി വളർത്തിയ ആടിനെ ആ കടുവ കൊണ്ടുപോയത്. എന്തായാലും രാവിലെ തന്നെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കാണുന്നു. നമുക്ക് ഈ അമ്മയുടെ ഭർത്താവുണ്ട്, ചന്ദ്രൻ ചേട്ടൻ. എങ്ങനെ നിങ്ങൾക്കൊരു കണക്കൂട്ടലില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആടുകളെ കടുവ അടിക്കുന്ന ഒരു സാഹചര്യം? ഒരു ഭയം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നൊരു കൂടൊന്നും അങ്ങനെ അടിച്ചുണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഈ വീടിനകത്തോട്ടൊന്നും കയറ്റിയിടാനുള്ള സൗകര്യം ഇല്ലല്ലോ. ആകെ 2 റൂമല്ലേ ഉള്ളൂ. ശബ്ദം കേട്ടോ? ഈ കടുവ വന്നപ്പോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഭയങ്കര സൗണ്ട് കേട്ടു, വലിച്ചോടിക്കുന്ന സൗണ്ടും ആടും എല്ലാം കരയുന്ന സൗണ്ട് കേട്ടു. അപ്പം ജനല് തുറന്നിട്ട് വടികൊണ്ട് ആ ചുമരിലടിച്ച് ഒച്ചയുണ്ടാക്കി കഴിഞ്ഞപ്പം കടി വിട്ടിട്ട് ചാടി വിട്ടു. നിങ്ങൾ വേളം ഉണ്ടാക്കാൻ വിട്ടിട്ട് ഓടി അല്ലേ? ഇതാണ് ഷീജ. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമം വാക്കുകൾ പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ വിഷമത്തിലാണ് നാട്ടുകാർ. ഒന്നടങ്കം ഇപ്പോൾ ഈ വീടിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്രയധികം ഊർജിതമായി ശ്രമങ്ങൾ നടക്കുമ്പോഴും വീണ്ടും വീണ്ടും ആടുകൾ കൊല്ലപ്പെടുന്നു എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ വസ്തുത. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരും വളരെ ഊർജിതമായി തന്നെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഒളിക്കാനുള്ള ഇടങ്ങളും പകൽ സമയങ്ങളിൽ അധികം മൂവ്മെന്റ് ഇല്ലാത്ത, അതായത് ദൃശ്യപരിധിയിലേക്ക് പലപ്പോഴും എത്താൻ കഴിയാത്തതുമാണ് തിരിച്ചടി മാറിയിരിക്കുന്നത്. അങ്ങേയറ്റം ആരോഗ്യം ക്ഷയിച്ച ഒരു കടുവയാണ്, പ്രായം ഉള്ള കടുവയാണ്. ശാരീരികമായി പല അവശതകളുണ്ട് എന്ന് ഇതിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഇനി ഏത് രീതിയിലാവും പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പകൽ അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുൽപ്പള്ളിയിലെ തൂപ്രയിലാണ് ചന്ദ്രൻ എന്ന ആളിന്റെ വീട്ടിലെ ആടിനെ ഇന്നലെ കടുവ പിടിച്ചത്. ഇത് തുടർച്ചയായ 5-ാം ദിവസമാണ്. നമുക്കറിയാം, അതൊരു വരുമാനം എന്നതിനപ്പുറത്ത് വീട്ടിൽ വളർത്തുമ്പോൾ അത് ഒരു അംഗത്തെ പോലെ ആയിരിക്കും. അതിനെ കണ്ണിന് മുന്നിൽ കടുവ കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേടി അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുമുണ്ട്. ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും വനം വകുപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഊർജിതമായി ഒരു മയക്കുവെടിയിലേക്ക് പോകാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്നലെ ജാമ്യോത്തരവ് ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ തന്നെ തുടരുകയാണ് എന്ന് ബോബി അറിയിച്ചു എന്നായിരുന്നു അഭിഭാഷകരുടെ വിശദീകരണം. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഇങ്ങനെയൊക്കെയാണ്. വാർത്തകളിൽ നിറയാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അതിപ്പോ ദ്വയാർത്ഥ പ്രയോഗമാണെങ്കിൽ അങ്ങനെ, അതല്ല ഡാൻസ് ആണെങ്കിൽ അങ്ങനെ. ഏറ്റവും അവസാനം ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെയും ഒരു ബോബി ഷോ നടത്തുകയാണ്. ഈ ഷോ ഇന്ന് അവസാനിക്കുമോ? ശ്രീജ, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജയിലിലാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ട്. തനിക്ക് ഇവിടെ തുടരണമെന്ന് നിർബന്ധം പിടിച്ചാലൊന്നും അങ്ങനെ അവിടെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലല്ലോ ജയിലിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് അത്തരം കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാവും. ഈ ഔദ്യോഗികമായൊരു വിശദീകരണം രേഖകളുമായി ഇവിടേക്ക് എത്തിയില്ല എന്നതാണ്, ആ സമയത്ത് എത്തിയില്ല എന്നതാണ് ഔദ്യോഗികമായി നൽകുന്ന ഒരു ഭാഷ്യം. അവിടേക്ക് രേഖകൾ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സമയക്രമമുണ്ട് ജയിലിലെല്ലാം ആകുമ്പോൾ. അപ്പോൾ അവിടേക്ക് ആ രേഖകൾ എത്താത്തത് കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാഞ്ഞതെന്നാണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരുമായി അടുത്തൊരു കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജയിലിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാരണം അവിടെ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചിട്ടും മതിയായ രേഖകൾ, ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കാൻ കഴിയാതെ പോകുന്നവർ, അപ്പോൾ അവർക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾ പറയുന്നത്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തുടരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം മാധ്യമങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലേക്ക് ഇന്ന് രാവിലേക്ക് അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ആരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കഥകളും പ്രചരിക്കുന്നുണ്ട്.
എന്തായാലും ഇന്ന് പുറത്തിറങ്ങും എന്ന് തന്നെയാണ്. കാരണം ജാമ്യം ഇന്നലെ കോടതി അനുവദിച്ചതാണ്. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ ഒരുപക്ഷെ ഇന്നലെ വൈകിട്ട് ഹാജരാക്കുന്നതിന് അവിടെ ഈ രേഖകളുമായി അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയവും കാര്യവും എല്ലാം തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഇന്ന് അതിനെല്ലാത്തിനും സമയം ലഭ്യമായിട്ടുണ്ട്. അവിടെ എത്തേണ്ടതുമാണ്. ഇതിൽ ഇനി എന്ത് നിലപാട് ജയിൽ അധികൃതർ സ്വീകരിക്കുന്നു എന്നതാണ്. ഈ ബോണ്ടും അവിടെ സാധനങ്ങളും എല്ലാം തന്നെ കോടതി ആവശ്യപ്പെട്ട പ്രകാരം 2 ആൾജാമ്യവും മറ്റ് ഉറപ്പുകളും എല്ലാം തന്നെ കോടതിക്ക് സമർപ്പിച്ച ഒരാളാണ്. 2 ദിവസത്തോളം ഒരു ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കിടഞ്ഞ് വാദമുന്നയിക്കുകയും നിരവധിയായ ഉറപ്പുകൾ ആ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം അംഗീകരിച്ചതിന് ശേഷം, ഇതെല്ലാം പ്രതിഭാഗം അംഗീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതെങ്കിൽ അത് പക്ഷേ അതൊരു വിവാദത്തിലേക്കടക്കം നീങ്ങിയേക്കാം. ഇന്നലെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ വിശദീകരിക്കപ്പെട്ടേക്കാം. കാരണം രേഖകൾ എത്താൻ വൈകി എന്നെല്ലാം പറഞ്ഞേക്കാം. പക്ഷേ ഇന്നതിന് അങ്ങനെ ഒരു ഔദ്യോഗിക ഭാഷ്യം നൽകാനായിട്ട് സാധിക്കുകയില്ല. കൃത്യമായൊരു മറുപടിയും കാര്യങ്ങളും ആ കാര്യത്തിൽ വേണം. അങ്ങനെയെങ്കിൽ അതിൽ ഒരുപക്ഷെ ജയിലധികൃതരും മറ്റ് ഔദ്യോഗികമായിട്ട് തന്നെ ഏതെങ്കിലും രീതിയിലൊരു നിലപാടും കാര്യങ്ങളും എടുത്തേക്കാം. അങ്ങനെ ഒരു സമര പ്രഖ്യാപനം നടത്തി അതിനകത്ത് ജയിലിനകത്ത് തുടരാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പൂർണ്ണമായൊരു വ്യക്തത വരും എന്ന് തന്നെയാണ്, രാവിലെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ ലഭിക്കാത്തത് കൊണ്ടാകാം എന്ന് വരെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇത്തരം കുറവുകൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. എന്തായാലും രാവിലെ 10 മണിയോട് ഈ കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഡാനി ഞാനും രാവിലെ നിന്ന് ഈ വിഷയം സംസാരിക്കുന്നുണ്ടല്ലോ. ബോബി ചെമ്മണ്ണൂരും ഫാൻസും ഒക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെ ആയിരിക്കും. ഇന്നലെ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കില്ലല്ലോ. എന്തായാലും ആ നാടകം അധികം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ആണല്ലോ ഡാനി. വഖഫ് ബോർഡിനെയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയെയുമാണ് കമ്മീഷൻ കേൾക്കുന്നതെന്ന് അറിയുന്നു. ഈ സിറ്റിംഗ് എപ്പോഴായിരിക്കും ആരംഭിക്കുക? കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുനമ്പത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറയുന്നുണ്ടായിരുന്നു ഈ വഖഫ് ബോർഡിനെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. സിറ്റിംഗ് എപ്പോൾ ആരംഭിക്കും? ഇന്ന് രാവിലെയാണ് 10:00 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ഇതിൻ്റെ ഒരു ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതി അടക്കമുള്ള കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വാദങ്ങൾ തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ സമർപ്പിച്ചിരുന്നു. മുനമ്പം ഭൂസംരക്ഷണ സമിതിയും അവരുടെ രേഖകൾ നേരത്തെ തന്നെ കൈമാറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഒരു ഹിയറിംഗ് ആണ്. 2 വിഭാഗത്തിൻ്റെയും ഹിയറിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. പരിശോധിക്കുകയാണ്. കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കാവുന്ന ചില സംശയങ്ങളുണ്ട്. 2 രേഖകളുടെയും ആധികാരികത നേരത്തെ തന്നെ സമർപ്പിക്കുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം അവിടെ നേരിട്ട് സന്ദർശനം നടത്തി കുറേയധികം സമയം ചെലവഴിച്ച ആളുകളിൽ നിന്ന് എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ കേട്ടു. അവർ ചില രേഖകൾ അദ്ദേഹത്തെ കാണിച്ചു. അത് അദ്ദേഹം പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ നിഗമനങ്ങളും കാര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം അത് പരിശോധിക്കുകയും അതിൻ്റെ വ്യക്തതയിലേക്കെല്ലാം പോവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ 2 ഭാഗങ്ങളുടെയും വിശദീകരണങ്ങൾ വരുമ്പോൾ അതിൽ അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെടുന്നു എന്നതും അതിലേതെല്ലാം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരുടെയും വാദങ്ങൾക്ക് ബലമായി നിൽക്കുന്ന രേഖകൾ ഏതെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒരു പരിശോധന കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. എന്തായാലും ഹിയറിംഗ് ഇനിയും തുടരും. ഇത് 2ാമത്തെ ഹിയറിംഗ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ആ ഹിയറിംഗ് കാര്യങ്ങളുണ്ടാകും. കാരണം ഫെബ്രുവരി അവസാനത്തോടുകൂടി സമയബന്ധിതമായി തന്നെയും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് കമ്മീഷന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഇത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നത് സർക്കാർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷനും അത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രൈം പ്രയോറിറ്റി എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് ആദ്യഘട്ടം. കാരണം എങ്കിൽ മാത്രമേ അവർ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രതിസന്ധികൾ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഏതെല്ലാം രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇത്തരം വാദപ്രതിവാദങ്ങൾ നിലനിൽക്കും. ഇത് വഖഫ് ഭൂമിയാണോ അതോ
ഇവർക്ക് വിൽപ്പന അധികാരമുള്ള ഭൂമിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പരിശോധിക്കപ്പെടുന്നത്. എങ്കിൽ റവന്യൂ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ ഉള്ള ആളുകൾക്ക് അവർക്ക് പല ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് ഇടപാടുകൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുകയാണ്. അതിന് ഹിയറിംഗ് പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഹിയറിംഗ് ഉണ്ടാവും. ഫെബ്രുവരി അവസാന വാരത്തോടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ തന്നെയാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നല്ല വാർത്തകളുടെ തിരക്കുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും ഇന്നും എന്ന കാര്യത്തിൽ സംശയമില്ല ഡാനി. ഇനി നമ്മൾ ഈ BJPയുടെ സംഘടന BJPയുടെ പുനഃസംഘടനയിലേക്കാണ് കടക്കുന്നത്. ലക്ഷദ്വീപിൽ BJP അധ്യക്ഷ സ്ഥാനത്ത് KN കാസ്മി കോയ തുടരും. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തള്ളിയാണ് ദേശീയ നേതൃത്വം കാസ്മിയോട് തുടരാൻ നിർദ്ദേശിച്ചത്. തമിഴ്നാട്ടിലും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അണ്ണാമല അധ്യക്ഷനായി തുടരും. കേരളത്തിൽ പക്ഷേ K സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക. എതിർപ്പുകൾ അവഗണിച്ചാണ് KN കാസ്മി കോയയ്ക്ക് നേതൃത്വം അധ്യക്ഷ പദവിയിൽ ഒരു അവസരം കൂടി നൽകിയത്. പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം പണിയുന്ന സാഹചര്യത്തിൽ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്ന നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിക്കുകയായിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്ന മഹദ ഹുസൈൻ പാർട്ടി വിട്ട് ശരത് പവാർ പക്ഷ NCPയിൽ ചേർന്നതും പാർട്ടിക്കെതിരായ വാർത്തകൾ ചോരുന്നത് ഉള്ളിൽ നിന്നാണെന്ന വിവരം പുറത്തായതും കാസ്മി കോയയ്ക്കെതിരെ ഒരു വിഭാഗം ആയുധമാക്കിയിരുന്നു. കാസ്മി ബാഹ്യശക്തികൾക്ക് കീഴടങ്ങാതെ കുടുംബവാഴ്ച അനുവദിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. കേന്ദ്ര നിരീക്ഷകരായി എത്തിയ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, കാശിനാഥ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കൗൺസിലാണ് കാസ്മി കോയയെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. അതേസമയം പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിൽ നിന്നുള്ള ചിലർ ലക്ഷദ്വീപ് BJPയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നത് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചു. അഡ്മിനിസ്ട്രേഷനെതിരായ കേസുകളിൽ എതിർഭാഗം പാർട്ടി ബന്ധം ഉപയോഗിക്കുന്നത് മോദി സർക്കാരിനെ ബാധിക്കുന്നെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് ദേശീയ നേതൃത്വം ലക്ഷദ്വീപ് ഘടകത്തിന് നൽകിയ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. സമസ്ത ലീഗ് തർക്കത്തിൽ സമവായ ശ്രമങ്ങൾ പാളുകയാണ്. ലീഗ് വിരുദ്ധ പക്ഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നീതിപൂർവമല്ലെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. വീട്ടിലെത്തി ഖേദം പ്രകടിപ്പിച്ചവർ അത് പുറത്തു പറയണമെന്നായിരുന്നു ധാരണ. എന്നാൽ ഖേദപ്രകടനം മറച്ചുവെച്ചു. ഇതിലുള്ള പ്രതിഷേധം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ചില പണ്ഡിതർ നടത്തിയ പ്രസ്താവനകളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുണ്ടായ ആശയക്കുഴപ്പമെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു മുക്കം ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം. സമസ്ത ലീഗ് തർക്കത്തിന് പരിഹാരമാകുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ പാണക്കാടെത്തി സമവായ ചർച്ചകളിൽ പറഞ്ഞതല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. മതപണ്ഡിതരുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലെ പ്രതികരണം നീതിപൂർവമായില്ലെന്നും ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ധരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഖേദപ്രകടനം നടത്തിയത് പുറത്തു പറയണമെന്നായിരുന്നു കൂടിക്കാഴ്ചയിലെ നിർദ്ദേശം. എന്നാൽ അതുമാത്രം അവർ പറഞ്ഞില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത കാലത്ത് ഉണ്ടായ 1-2 പ്രസ്താവനകൾ, അത് മുക്കം ഉമർ ഫൈസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഹമീദ് ഫൈസിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് അവരെന്നെ മാന്യമായിട്ട് പുറത്തു പറയേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം. മാപ്പ് അള്ളഹാനോടാ പറയാ, ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
അങ്ങനെ തെറ്റും ചെയ്യാറില്ല. തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. അങ്ങനെ കേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേദമില്ല, അങ്ങോട്ടും കേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിലെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ, അത്രയല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ഈ മാസം 23-ന് വിളിച്ചു ചേർത്ത 2ാം ഘട്ട ആലോചനാ യോഗം നടക്കുമോ എന്നറിയാത്ത സാഹചര്യമാണ്. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആലോചനാ യോഗം അടുത്ത പ്രശ്നമായി മാറിയ സാഹചര്യമാണ് സമസ്തയ്ക്കും ലീഗിനുമിടയിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, ഇതിപ്പോ പ്രശ്നപരിഹാരത്തിന് നടത്തിയ ചർച്ചകൾ അടുത്ത പ്രശ്നമായി മാറുക, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് സമസ്തയും ലീഗും ഉള്ളതെന്ന് തോന്നുന്നു. മുൻകാലങ്ങളിലെ പോലെ അല്ല. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ വളരെ വളരെ ഷാർപ്പായി തന്നെ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അതായത് മാപ്പ് പറഞ്ഞാൽ അത് മാപ്പ് തന്നെ ആയിരിക്കണം, അത് പുറത്ത് തന്നെ പറയണം എന്ന ഉറച്ച നിലപാടിലാണ് അവരുള്ളത്. ഇപ്പോൾ നമ്മൾ ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ കേട്ടു. അദ്ദേഹം പറയുന്നത് അങ്ങനെ മാപ്പ് പറയേണ്ട പ്രശ്നമൊന്നുമില്ല, അതായത് ഈ പ്രശ്നം പെട്ടെന്നൊന്നും അങ്ങനെ പരിഹരിക്കപ്പെടില്ല എന്ന രീതിയിലാണോ? ഗുഡ് മോർണിംഗ് ശ്രീജ. തീർച്ചയായിട്ടും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അവരുടെ നിലപാട് വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയേണ്ടത് അവരുടെ മര്യാദയായിരുന്നു, അതായിരുന്നു ധാർമ്മികമായിട്ട് ചെയ്യേണ്ടിരുന്നത്, അതായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചിരുന്നത്. പക്ഷേ അവരത് ചെയ്തില്ല എന്നുള്ളതാണ് ലീഗിൻ്റെ മുഖ്യമായിട്ടുള്ള ആരോപണം. അത് PK കുഞ്ഞാലിക്കുട്ടി വളരെ ഷാർപ്പായിട്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളെ വേദനിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് അവർ വന്ന് ഖേദപ്രകടനം നടത്തുമ്പോൾ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനകളാണ് ഈ ഒരു വിഷയത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതൊരു പൊതുവേദിയിൽ തന്നെ അവരെ അറിയിക്കേണ്ടതുണ്ട്, അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. മാപ്പ് അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ മറ്റാരോടും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഗ് നേതൃത്വവുമായിട്ട് അവർ നടത്തിയ ആ ഒരു സമവായ ശ്രമങ്ങളൊക്കെ പൊളിയുന്നു എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിലും ആ ലീഗിൻ്റെ നേതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നില ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സമവായ ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. കാരണം 23-ാം തീയതി 2ാം ഘട്ട ആലോചനാ യോഗം വിളിച്ചതാണ്. ഈ ആദ്യഘട്ടത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച ചർച്ചകൾ, അതിനുശേഷം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയിലെ വിഭാഗക്കാരും ലീഗിനെ എതിർക്കുന്നവരുമായിട്ടുള്ള ചർച്ച, അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ 2ാം ഘട്ടം ഇനി എന്താകുമെന്ന് പറയാനാകില്ല. മാത്രമല്ല ഉമർ ഫൈസി മുഖത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് സമസ്തയിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ സമസ്ത ലീഗ് തർക്കം പോകെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീളുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ശ്രീജ. ശരി അനുമോദ്, എന്തായാലും രണ്ട് പക്ഷവും നല്ല ഉറച്ച നിലപാടിലാണ്. മാപ്പ് പറയേണ്ട ആവശ്യമേ ഇല്ലെന്ന മട്ടിൽ സമസ്ത നിൽക്കുമ്പോൾ സ്വകാര്യമായി വന്ന് പറഞ്ഞ മാപ്പ് പൊതുവേദിയിൽ അപമാനിച്ചതിനുള്ള മാപ്പായതുകൊണ്ട് പൊതുവായി തന്നെ പറയണമെന്ന ഉറച്ച നിലപാടിൽ ലീഗും തുടരുകയാണ്. എങ്ങോട്ടാണ് ആ തർക്കം പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ചർച്ചകൾ അട്ടിമറിച്ചെന്ന ആരോപണം. സംഘടനാ ചർച്ചയ്ക്ക് വിഷയങ്ങൾ തീരുമാനിക്കുന്ന പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉപരിഘടകങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുക്കരുത് എന്ന പാർട്ടി ഭരണഘടനാ മാനദണ്ഡവും ലംഘിക്കപ്പെട്ടെന്ന വിമർശനമാണ് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രി മാത്രം നിറഞ്ഞു നിന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള മറ്റ് നേതാക്കൾ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതിലും പ്രവർത്തകർക്ക് അമർഷമുണ്ട്. ആലപ്പുഴ ജില്ലാ സമ്മേളന ചർച്ചയ്ക്ക് പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ മാതൃകാപരമായ ചർച്ചയെന്നായിരുന്നു വിശേഷണം. പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇത് എടുത്തു പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ചകൾ പ്രസ്ഥാനം ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത അതെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ട സമ്മേളനമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനപൂർവം പറയാൻ കഴിയുന്നൊരു കാര്യം, ഒരു തരത്തിലുള്ള അനാരോഗ്യ പ്രവണതയും സമ്മേളനത്തിൽ പ്രകടമായില്ല എന്നുള്ളതാണ്. എല്ലാ കാലവും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്ന ജില്ലയാണ് ആലപ്പുഴ. ഇക്കുറി വിമർശനമുണ്ടായില്ലെന്ന് മാത്രമല്ല, സർക്കാരിനും ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനും സ്തുതി പാടാനുള്ള മത്സരമായിരുന്നു പല പ്രതിനിധികളും തമ്മിൽ.
ഹരിപ്പാട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ജില്ലയിലെ വിഭാഗീയതക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സർക്കാരിനും നേതൃത്വത്തിനുമെതിരായ വിമർശനത്തിന് മുഖ്യമന്ത്രി തടയിട്ടു. ജില്ലയെ നിയന്ത്രിക്കുന്ന നേതാവ് സജി ചെറിയാൻ വഴി ഈ നിർദ്ദേശം താഴേക്ക് വിട്ടു. ചർച്ചയിൽ എന്തു പറയണമെന്നതിലും നിർദ്ദേശം വന്നു. ഉപരികമ്മിറ്റിയിലെ നേതാക്കന്മാർ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന സംഘടനാ രീതി അട്ടിമറിച്ച് സാധ്യതയുള്ള വിമർശനങ്ങളും തടഞ്ഞു. വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കാളികളായി. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള പ്രതിനിധികളുടെ സംഘടനാപരമായ അവകാശം തന്ത്രപൂർവ്വം തടഞ്ഞു. എല്ലാത്തിനും മൂകസാക്ഷിയായി മറുപടി പ്രസംഗത്തിന് പോലും അവസരം കിട്ടാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒപ്പം PB അംഗം MA ബേബിയും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 4 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വേദിയിൽ. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3-ാം ദിനം ഈ നേതാക്കന്മാരെ ആരെയും അഭിവാദ്യത്തിന് ക്ഷണിച്ചില്ല. ആലപ്പുഴയിലെ ഉൾപാർട്ടി പോരും കൊഴിഞ്ഞുപോക്കും വോട്ടു ചോർച്ചയും അടക്കം ഗുരുതര സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ട സമയത്ത് നടന്നത് H സലാമിന്റെ കവിതാലാപനവും ദലീമയുടെ പാട്ടും. ഗ്രൂപ്പ് ചർച്ച മുതൽ പൊതുസമ്മേളനം വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി മാത്രം ആലപ്പുഴയിൽ നിറഞ്ഞു നിന്നു. പൊതുസമ്മേളനത്തിൽ നിൽക്കാതെ സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കന്മാരെല്ലാം ഉച്ചഭക്ഷണത്തിന് ശേഷം ജില്ല വിട്ടു. പ്രധാന നേതാക്കളിൽ വേദിയിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയും സജി ചെറിയാനും പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത മാത്രം. തോമസ് ഐസക് പോലും പങ്കെടുത്തില്ല. ആലപ്പുഴയുടെ സമ്മേളന ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശുഷ്കമായ പൊതുസമ്മേളന വേദിയായിരുന്നു ഹരിപ്പാട്ടേത്. കൊഴിഞ്ഞുപോക്ക ശക്തമായ പാർട്ടി കേന്ദ്രത്തിൽ നേതാക്കന്മാരുടെ ആധിപത്യം ഉറപ്പിച്ചതിനൊപ്പം അണികളെ ഊർജ്ജസ്വലമാക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ സമ്മേളനം പ്രയോജനപ്പെടുത്തിയില്ല എന്ന കടുത്ത നിരാശയാണ് ജില്ലയിലെ പ്രവർത്തകർക്ക്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇനി വയനാട്ടിലേക്കാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണ വിധേയരായ നേതാക്കൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ വളരെ നിർണായകമാണ്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസ് ഡയറിയും പോലീസ് കോടതിയിൽ ഹാജരാക്കും. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ജാമ്യം നൽകരുതെന്ന് പോലീസ് ആവശ്യപ്പെടും. ഇന്നത്തെ ദിവസം വരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. നേതാക്കൾ ഇപ്പോൾ വയനാട് ജില്ലയ്ക്ക് പുറത്താണുള്ളത്. വ്യക്തിപ്രഭാവം കൊണ്ടും പ്രസ്ഥാനത്തോടുള്ള കൂറുകൊണ്ടും ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തിത്വമാണ് TH മുസ്തഫയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോതമംഗലം പീസ് വാലിയിൽ നടന്ന TH മുസ്തഫ അനുസ്മരണം VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അസാമാന്യമായ സംഘടനാ വൈഭവവും സംഘടനാ ശേഷിയും കമാൻഡിംഗ് പവറും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു. വയ്യാതായി കഴിഞ്ഞിട്ടും അതൊന്നും സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ശാരീരികമായ അവശതകളൊന്നും ഒരു തടസ്സമല്ലായിരുന്നു. ഇടയ്ക്ക് വിളിച്ച് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് കാണുമായിരുന്നു. ഒരുപാട് സ്നേഹവും വാത്സല്യവുമെല്ലാം ഞങ്ങളുടെ എല്ലാം തലമുറയ്ക്ക് പകർന്നു തരികയും ആവേശം തരികയും ചെയ്ത ഒരാളാണ്. ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. പറഞ്ഞാലും ഈ ജില്ലയിലെ ഒരു കോൺഗ്രസ്സുകാരനും മതിയാവില്ല എന്നെനിക്കറിയാം. അത്രമാത്രം സ്നേഹവും സൗഹൃദവും പ്രസരിപ്പിക്കുകയും അതിനെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്ത ഒരാളായിരുന്നു TH എന്ന് ഞാൻ പ്രത്യേകമായി ഇനി നമ്മൾ പോകുന്നത് പ്രയാഗ്രാജിലേക്ക്. ലോകം പ്രയാഗ്രാജിൽ. മഹാകുംഭമേളയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ഇന്നലെ 3.5 കോടിയിലേറെ ഭക്തർ പുണ്യസ്നാനം നടത്തി. പ്രയാഗ്രാജിൽ നിന്ന് നമുക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ നേരിട്ട് ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസം പല മാധ്യമങ്ങളിൽ നിന്നായി നമ്മൾ കണ്ടത് വളരെ വളരെ വ്യത്യസ്തമാർന്ന ദൃശ്യങ്ങളാണ്, ഫോട്ടോകളാണ്. എല്ലായിടത്തും അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. 3.5 കോടി ആളുകൾ ഒരു പരാതിയും ഇല്ലാതെ വന്നു പോവുക എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമായി തോന്നും. ഈ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശരിക്കുമുള്ള തീർത്ഥാടനത്തിന്റെ ഒരു ഫ്ലോ തുടങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായും ശ്രീജ, നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ അവിശ്വസനീയത ഒട്ടും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ നേരിട്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ
ഇവിടേക്ക് പ്രവഹിക്കുന്ന, ഇന്നലെയൊക്കെ ഈ പ്രദേശത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രം നിന്ന് നമ്മുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയിരുന്നത്. ഇന്ന് തിരക്കിന് അല്പം കുറവുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ പ്രവാഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഇന്നലെ ഈ പറഞ്ഞതുപോലെ 3 കോടിക്ക് മുകളിൽ ആളുകൾ വന്ന് ഈ സ്നാനം ചെയ്ത് മടങ്ങി എന്ന് പറയുമ്പോഴാണ് ഈ ഒരു മകരസംക്രാന്തി ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം അത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 22,000-ഓളം സ്നാൻ ഘട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്നാൻ ഘട്ടുകളിലാണ് ഇത്തരത്തിൽ ആളുകൾ വന്ന് ഈ പറഞ്ഞതുപോലെയുള്ള സ്നാനം നടത്തി മടങ്ങിയത്. ഇന്നു മുതൽ ഇന്നലെ 14 മകരസംക്രാന്തി ദിവസം വിശേഷപ്പെട്ട ദിവസമായിരുന്നു. നാഗസന്യാസിമാർ ഈ 7 അഖാഡകളിൽ നിന്നുള്ള ആളുകൾക്ക് സ്നാനം നടത്താനുള്ള വിശേഷപ്പെട്ട ദിവസമായിരുന്നു. ഇന്നു മുതൽ വീണ്ടും പൊതുജനങ്ങൾക്കായി, മറ്റു തീർത്ഥാടകർക്കായി, ഭക്തർക്കായി പൂർണ്ണമായും തുറന്നു കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്നു മുതൽ തന്നെ ജനങ്ങളുടെ വലിയ പ്രവാഹം ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. ഈ ഉത്തർപ്രദേശ് സർക്കാർ കണക്കാക്കുന്നത് പോലെ 10-30 കോടി ആളുകൾ ഈ വരുന്ന 45 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു പോകും എന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിവസമായ അമൃതസ്നാനത്തിന്റെ 1-ാം ദിവസമായിരുന്നു ഇന്ന്. ഇനിയിപ്പോൾ 29-ാം തീയതിയും അടുത്ത മാസം 3-ാം തീയതിയുമാണ് മറ്റു 2 അമൃതസ്നാനങ്ങൾ നടക്കുക. അതും വലിയ തോതിലുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. നമുക്കറിയാം ആദ്യ ദിവസം ഏതാണ്ട് 2 കോടിയിൽ അടുത്ത ആളുകളാണ് ഇവിടെ വന്ന് സ്നാനം നടത്തി മടങ്ങിയത്. ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിന്റെയൊക്കെ റിലീസ് വന്നതിലാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ റെയിൽവേ മന്ത്രി അടക്കം അറിയിച്ചിരിക്കുന്ന 5000 കോടി രൂപയോളം ഇവിടുത്തെ റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്ക്, ഈ പ്രയാഗ്രാജിലെ മാത്രം ഈ പുതിയ ട്രെയിനുകൾ അനുവദിച്ചതും റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റുമായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സർവ്വ സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പ് നമുക്ക് 1-2 ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ മുതൽ അന്വേഷിച്ചത് മലയാളികൾ എവിടെ എന്നുള്ളതായിരുന്നു. മലയാളികളെ വളരെ കുറവാണ് കാണാൻ പറ്റിയത്. ഇവർ ചില മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ അല്പം മുമ്പ് നമുക്ക് 2 മലയാളികളുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരുപക്ഷെ അത് അവിടെ എത്തിയിട്ടുണ്ടാകും, അത് ലഭിച്ചിട്ടുണ്ടാവുമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യാം. മലയാളികൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുകയും ഇതിന്റെ ഒരു വൈബ് പങ്കുവെക്കുകയും ചെയ്തത്. ശരി, എന്നാ പിന്നെ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മലയാളികൾ എന്താ പറയണെന്ന് നമുക്കും കൂടെ ഒന്ന് അറിയണമല്ലോ. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു മലയാളി വന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ വൈബ്രന്റ് ആണ്, പോസിറ്റീവ് വൈബ്രന്റ് ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ക്രൗഡ് വന്നിട്ട് എല്ലാവരും ഒരേ ഇന്റൻഷനാണ് ഇവിടെ. ഇങ്ങനെ ഭക്തിയുടെ ഒരു മൂഡാണ്. നമുക്ക് വേറെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളത് ഒരിക്കലും ബോധർ ചെയ്യുന്നില്ല, ഓർക്കുന്ന പോലും ഒന്നുമില്ല ബാക്കിയുള്ള സ്ട്രഗിള്. അങ്ങനെ അത്രമാത്രം ഒരു പ്രത്യേക മൂഡാണത്. എന്താ ഒരു പറയാനുള്ളത്? ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ, കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബാണ്. എല്ലാവരുടെയും സിംഗിൾ ഇന്റൻഷൻ ആണല്ലോ. എല്ലാവരും വരുന്നത് ആ ഭക്തിയുടെ ഇതില്, പിന്നെ ഇവിടെ സ്നാനം, ഇതിന്റെ ഗംഗാ സ്നാനം ചെയ്യാൻ ആ ഒരു ഇന്റൻഷനിലാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇതിന്റെ ആണെങ്കിലും ക്ലൈമറ്റിന്റെ ആണെങ്കിലും നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ വാം ആവുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി. അങ്ങനത്തെ ഈ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ആഘോഷങ്ങളും പൂജകളൊക്കെ നടക്കാറുണ്ട്. അതുമായിട്ട് എന്താ വ്യത്യാസം ഫീൽ ചെയ്തത്? കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്, ഉത്സവമാണ്. എന്നാലും ഇതൊരു സ്പിരിച്വൽ ഫോം, ഇത്രമാത്രം ഗ്യാദർനെസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു കൊച്ചു അതായത് ഒരു ഫാമിലിയില് ഇന്ന പ്രായത്തിലുള്ളതൊന്നുമില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും പ്രായം കൂടിയ ആളും ഇതിന്റെ അകത്ത് വരുവാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആകാറില്ല. എത്ര വയ്യാത്ത ആൾക്കാരും ഞാൻ നോക്കിയിട്ട് നടക്കാൻ മേലാത്ത ആൾക്കാരുമായിട്ട് തീരെ ചെറിയ കൊച്ചിനെ വരെ ഷോൾഡറിൽ എടുത്തിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഒരു ഉത്സവം നമുക്ക് വളരെ അപൂർവമാണ്. എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞങ്ങളൊരു 45 ഡേയ്സ് ആണ് ടോട്ടൽ 45 ഡേയ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ആണ് ഇത്, അതായത് VIP സെറ്റിൽമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് റിസോർട്ടിന്റെ ഭാഗം, കാർണോസ്റ്റി റിസോർട്ടിന്റെ ഭാഗമാണ് അത്. നമ്മൾ ഒരൊറ്റ സിംഗിൾ, അതായത് മെയ്ഫെയർ, കാർണോസ്റ്റി, ഇങ്ങനെ 2 ടീം വന്നിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, അവര് ഈ താമസ സൗകര്യമൊക്കെ ഒരുക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ അവിടെ ടെന്റുകളാണല്ലോ ഇവർക്കൊക്കെ ഈ താമസ സൗകര്യമൊക്കെ ഒരുക്കുന്നത്. ഈ ടെന്റുകളിലൊക്കെ എങ്ങനെയാണ് ഇത് അഫോർഡബിൾ ആണോ? ആളുകൾക്ക് എത്തുന്ന ഇത്രയും അധികം ആളുകൾ വരുന്നുണ്ട്. അവിടെ വരുന്നവർ പൊതുവെ ഈ താമസിക്കുന്ന ആളുകളാണോ അതോ വന്ന് സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോവുക അങ്ങനെയുള്ള ആളുകളാണോ?
ശ്രീ, നമ്മൾ അവരിൽ പലരോട് സംസാരിച്ചിരുന്നു. ഈ 45 ദിവസവും ഇവിടെ താമസിച്ച് ഓരോ ദിവസവും സ്നാനം നടത്തുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർ ഈ 45 ദിവസത്തിലേക്കും ഈ ടെന്റുകൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ 10,000 രൂപ വരെ ഒരു ദിവസം ടെന്റുകൾക്ക് വാടക, അത്രത്തോളം ഉയർന്ന വാടക ഈടാക്കുന്ന കമ്പനികൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ തന്നെ കോൺട്രാക്ട് ബേസിൽ ഈ ടെന്റുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നേടിയെടുത്ത കമ്പനികളാണ്. അവരിൽ പലരും ഇത്തരത്തിൽ ആളുകൾ നേരത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സംഘം വരുന്ന 24-ാം തീയതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെന്നെ വിളിച്ചിരുന്നു. അവരും ഈ ടെന്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ അവരുടെ ഒരു കണക്കാണ് 10,000 രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് കുറേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ അല്പം വ്യത്യാസം ഉണ്ടാകുമെന്നൊക്കെ. അങ്ങനെ 1-2 ദിവസം താമസിച്ച് മടങ്ങുന്നവരുണ്ട്, 10 ദിവസം താമസിക്കുന്നവരുണ്ട്. ഈ ദിനങ്ങൾ മുഴുവൻ മഹാകുംഭമേളയുടെ 45 ദിവസം മുഴുവൻ താമസിച്ച് മടങ്ങുന്നവരുമുണ്ട്. അങ്ങനെ ഇതൊരു വല്ലാത്ത ഒരു ആധ്യാത്മിക ചൈതന്യമായി ഒരു ആത്മനിർവൃതിയായി കാണുന്ന ആളുകൾക്ക് നേരത്തെ നമ്മുടെ മലയാളികൾ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഒരു പ്രശ്നമല്ല, ഈ താമസ സൗകര്യം ഒരു പ്രശ്നമല്ല, ഭക്ഷണം ഒരു പ്രശ്നമല്ല. ഇവിടെ ഭക്ഷണമൊന്നും അങ്ങനെ പ്രധാനമായും കിട്ടാനില്ല. എന്തെങ്കിലുമൊക്കെ വിശപ്പ് അകറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്ന വല്ല കടലയോ മറ്റോ കുറിച്ച് അത് മാത്രം കഴിച്ച് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം കുറെ ആളുകളാണ്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു ചിന്ത ഭക്തിയാണ്. ഇവിടെ വന്നാൽ നമുക്ക് മറ്റു ചിന്തകളൊന്നുമില്ല. നമ്മുടെ ലൗകിക ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻസ് ഒക്കെ മറന്നുകൊണ്ട് ഇത്രയും ദിവസം ഇവിടെ താമസിക്കുക എന്ന് ലക്ഷ്യം വെച്ചാണ്. ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ആളുകൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. ഒരുപാട് സന്യാസിനിമാരായ വിദേശികളുണ്ട്. അല്ലാതെ തന്നെ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ വരുന്ന ഒരുപാട് ആളുകൾ. നമ്മൾ അവിടെ 1-2 പേരുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഭക്തി മാത്രമാണ് ഇവിടെ അവരുടെയൊക്കെ ഒരു വികാരം. വളരെ സന്തോഷത്തോടുകൂടി വളരെ മനോഹരമായ ദിവസങ്ങൾ ആസ്വദിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത്, ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് അവർക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാന ഒരു വൈബ് ഇവിടെ. ശ്രീജ, ബാക്കിയുള്ളവരൊക്കെ അവിടെ സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ ഇന്നലെ ഇങ്ങോട്ട് വന്ന ദൃശ്യങ്ങളിൽ മറ്റേ സൈഡിലെ ഭക്ഷണം തേടി നടക്കുന്ന രഞ്ജിത്തിന്റെ മുഖത്ത് പക്ഷെ ഞങ്ങൾ ആ വൈബ് അല്ല കണ്ടത്. എന്തായാലും വളരെ ഇത്രയും പ്രത്യേകതയുള്ള ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും കാത്തിരിക്കുന്ന ഈ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വളരെ സ്പെഷ്യലായി കാണുന്ന മനുഷ്യന്മാരൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ. അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ്. വയറ് സൂക്ഷിക്കണം, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി രഞ്ജിത്ത്, നമുക്ക് വീണ്ടും കാണാം. അടുത്ത ബുള്ളറ്റിനിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ വീണ്ടും അവിടെ നിന്നുള്ള രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. ഇന്നലത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഇന്നലത്തെ ദിവസമാണ് ഈ ദിഗംബരന്മാരായ നാഗസന്യാസികളൊക്കെ ഒരുപാട് വന്നത്. അത് ഷാഹി സ്നാൻ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി ആഘാടകളിൽ നിന്നുള്ള സന്യാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരുപാട് വന്നിരുന്നു. പലയിടങ്ങളിൽ നമ്മൾ ആ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. ഈ നാഗസന്യാസിമാർ ഈ ഒരു മേളയുടെ തന്നെ വലിയ പങ്കാളികളിൽ പ്രധാനികളാണ്. വേഷം കൊണ്ടും വസ്ത്രധാരണം ഇല്ലാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടും ഇവരുടെ ആചാരങ്ങളുടെ സവിശേഷത കൊണ്ടുമൊക്കെ തീർത്തും നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണിവർ. അങ്ങനെ ചിലരോട് രഞ്ജിത്തും സംസാരിച്ചു. അഖാഡകളിൽ വ്യത്യസ്തങ്ങളായ വേഷഭൂഷാദികളുള്ള നിരവധി സാധുക്കൾ, സന്യാസികളുടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ നമ്മുടെ ഈ ലൗകിക ലോകവുമായി അധികം ബന്ധമുള്ളവരല്ല. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരിൽ ചിലരോടൊന്ന് സംസാരിക്കാം. സ്വാമിജി, ആപ് കിധർ സെ? हम लोग उत्तराखंड से। कैसा आश्रम है? खड़ा है, खड़ा उधर रहता है। ये कुंभ मेला के लिए आया है जी। क्या क्या हो रहा है कुंभ मेला में? क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है. ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവോത്തമനെ പോലെയുള്ളവർ, കാട്ടിൽ മാത്രം താമസിക്കുന്ന, കുംഭമേളയ്ക്ക് മാത്രം പുറം ലോകം കാണുന്ന, കാട്ടുകരികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന ദിഗംബർ ഭവാനിഗിരിയും. किधर से आए? हम अमरकंटक से आए। अमरकंटक हाँ जी, कुटिया है जंगल में। जंगल में जी? किस जंगल में? कंटक, अमरकंटक, नर्मदा उद्गम स्थल। और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ। रहना कैसा गुफा में?
हाँ झोपड़ी में। झोपड़ी में? जी हाँ। सिर्फ ये मेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है। उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है, हाँ वही खाता है। और वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते। हाँ जी। आपका वस्त्र है पश्मे? पश्मे वस्त्र है ना, ये भगवान का वस्त्र है, हमको दिया है भगवान ने। ദിഗംബർ ഭഗവാൻ ഗിരി എന്ന ഇദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ കഴിയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുഗ്രഹം തേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കുംഭമേള എന്ന മഹാമേളയിൽ എത്താനുമൊക്കെയായി. ഇത്തരം സാധുക്കളായ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഓംകാരേശ്വറിൽ ആശ്രമമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയ് പൂരി ബാബയും. किधर से आया है? ओमकारेश्वर। उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा। आश्रम है? अच्छा, ये कुंभ मेला के लिए आया है? हाँ। कितना दिन होगा? 20 दिन हो। खाना पीना सब कुछ इधर ही है? हाँ होता है, सब यहीं पे होता है। बनाता है? हाँ खुद ही बनाते हैं, साथ कोई नहीं है अपने। अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला। ഇങ്ങനെ കുംഭമേളയിൽ ലോകമെങ്ങും കാണാത്ത വ്യത്യസ്ത കാഴ്ചകളുടെ സംഗമ ഭൂമിയാണ്. ജൈന വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരായ ഈ സന്യാസികൾ പലരും കുംഭമേളയ്ക്ക് മാത്രമാണ് പുറം ലോകം കാണുന്നത്. അതിനുശേഷം പുറം ലോകത്തോട് സമ്പർക്കമില്ലാതെ അവരുടെ ജീവിത രീതികളുമായി മടങ്ങും. കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. 40 കോടിയോളം ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രയാഗ്രാജിലെ ഈ കുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നൽകുന്നത് വലിയ തോതിലുള്ള വരുമാനമാണ്. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കുംഭമേള നഗരിയിൽ സർക്കാർ നേരിട്ട് ഒരുക്കി കഴിഞ്ഞു. ഇവിടെ താമസിക്കുന്നവർക്കായി റേഷൻ കടകളും റേഷൻ കാർഡുകളും അടക്കം തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ തയ്യാറാണ്. കുംഭമേളയുടെ കാലയളവിൽ പൂർണ്ണമായും തങ്ങുന്നവർക്കും അഖാഡകൾക്കുമായി 138 റേഷൻ കാർഡുകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. 20,000 റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഒപ്പം അഖാഡകൾക്കായി 800 പെർമിറ്റുകളും 5 രൂപയ്ക്ക് അരിയും 18 രൂപയ്ക്ക് പഞ്ചസാരയും നൽകുന്നു. കൂടാതെ ഭക്തരുടെ ഭക്ഷണത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ, റേഷൻ നൽകുന്നതിന് പുറമെ പാകം ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും. 25 മേഖലകളായി തിരിച്ച് ഏജൻസികൾക്കാണ് ഇതിന്റെ ചുമതല. ഗ്യാസ് കണക്ഷനുകളും ഗ്യാസ് സിലിണ്ടറുകളും നൽകി. ഭക്ഷ്യധാന്യങ്ങൾക്കായി ഗോഡൌണുകൾ. 45 ദിവസത്തെ മേളയിൽ 35 കോടി ആളുകൾ വന്നു പോകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ പ്രതീക്ഷിക്കുന്ന വരുമാനം 2 ലക്ഷം കോടി രൂപ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കണക്ക് പ്രകാരം 2013 12,000 കോടിയും 2019 1 ലക്ഷം കോടിയുമായിരുന്നു കുംഭമേളയിൽ നിന്നുള്ള റവന്യൂ വരുമാനം. പ്രയാഗ്രാജ് കൂടാതെ വാരണാസി, അയോധ്യ, മഥുര എന്നീ സ്ഥലങ്ങളിലും വിശ്വാസികളുടെ എണ്ണം കൂടുകയും അത് വലിയ വരുമാന വർധനവിന് ആ നഗരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കുംഭമേളയുടെ സുഖമായ നടത്തിപ്പിനായി പ്രത്യേക കുംഭമേളയുടെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ആ റിപ്പോർട്ട് വരും ബുള്ളറ്റുകളിൽ കാണിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ മഹാകുംഭമേളയെ കൊണ്ടാടുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. മകരവിളക്ക് കണ്ട് മനം നിറഞ്ഞ് തീർത്ഥാടകർ. സംക്രമസന്ധ്യ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ആൻഡ് BLM. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്കിന് പിന്നാലെ ശബരിമലയിൽ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം തുടരുന്നു. വിളക്ക് കഴിഞ്ഞ് ഭക്തർ കൂട്ടമായി ഇറങ്ങിയതോടെ ഇന്നലെ പുലർച്ചെ വരെ പമ്പയിലും നിലയ്ക്കലിലും ഇന്ന് പുലർച്ചെ വരെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. മാളികപ്പുറത്തു നിന്നുള്ള വിളക്കെഴുത്തും നായാട്ടുവിളിയും ഇന്നലെ മുതൽ തുടങ്ങി. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, മകരവിളക്ക് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളോ അവിടുത്തെ വെല്ലുവിളികളോ തീരുന്നില്ല. ഈ ഭക്തരൊക്കെ സുരക്ഷിതമായി ഇറങ്ങിപ്പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതാണ്ട് ആ വന്ന ആളുകൾ എല്ലാം തിരിച്ചിറങ്ങിക്കഴിഞ്ഞു. ഇനി ശബരിമലയിൽ എന്തൊക്കെയാണ് ഈ മകരവിളക്ക് തീർത്ഥാടന കാലം കഴിയുന്നത് വരെയുള്ള ചടങ്ങുകൾ? തീർച്ചയായും ഏതാണ്ട് സുരക്ഷിതമായി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെ ഏതാണ്ട് പുലർച്ചെ വരെ ആ ഒരു തിരക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും
ഇവിടെ വലിയ തിരക്ക് തുടരുന്ന കാഴ്ചയാണ് ഉള്ളത്. ഇന്നലെ മുതൽ തന്നെ വിളക്കെഴുന്നള്ളത്ത് നടക്കുന്ന സാഹചര്യമുണ്ട്. കളഭവും ഗുരുതിയൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എനിക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാം ഭംഗിയായി കഴിഞ്ഞു അല്ലേ? വളരെ ഭംഗിയായി കഴിഞ്ഞു. വളരെ ഇവിടെ എത്തിയ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് വളരെ തൃപ്തിയോടുകൂടി മലയിറങ്ങാൻ സാധിച്ചു എന്നുള്ള ചരിതാർത്ഥത്തോടുകൂടിയാണ് ദേവസ്വം ബോർഡ് നിൽക്കുന്നത്, സർക്കാർ നിൽക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കാൻ സാധിച്ചു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകുന്നത് നമുക്ക് ഇവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇപ്പോൾ പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ, യാതൊരുവിധമായ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്, മറ്റു സ്ഥലങ്ങളിൽ പിടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇപ്പോൾ ഉണ്ടായില്ല. പിന്നെ യഥേഷ്ടം കുടിവെള്ളവും ബിസ്ക്കറ്റും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഭക്ഷണം കൊടുക്കാൻ. മുംബൈയിലൊക്കെ ഇന്നലെ വലിയ തിരക്കുണ്ടായിട്ടും അത് മാനേജ് ചെയ്ത് പോയി തിരിച്ചിറക്കത്തിൽ. തീർച്ചയായിട്ടും അതിന് ഇത് ആരുടെയെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മിടുക്കുകൊണ്ടല്ല, ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ നെറ്റ് റിസൾട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മുതൽ എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. വിശുദ്ധ സേന നമുക്കറിയാം, ഒരു ശുചിയായി സൂക്ഷിക്കുന്നതിൽ അവരുടെ വരെ ഒരു പങ്ക് വളരെ വലുതാണ്. ക്രൗഡ് മാനേജ്മെന്റ്, പോലീസ് സ്വാമിമാർ എന്ന് തന്നെ പറയണം. അവര് സ്വാമിമാരോട് പെരുമാറിയ രീതിയൊക്കെ ശബരിമലയിലെ ചരിത്രമാണ്. അപ്പോൾ ഒരു വലിയ ഒരു രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇന്നും നോക്കുമ്പോൾ നല്ല തിരക്ക് തന്നെയാണ് രാവിലെയൊക്കെ തന്നെ. അല്ലെ, തിരുവനന്തപുരം കാണും. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളൂ. ഇന്നലെ ഞങ്ങൾ മെനഞ്ഞാന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ അനുസരിച്ചു. ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനുണ്ട്. അവരെ കാണുവാൻ വരണം, എല്ലാവരും വരണം. ഇന്നലെയൊക്കെ മലയാളികൾ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ മലയാളികൾ വന്നു തുടങ്ങുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലയാളികളായ ഭക്തർ ഇവിടേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. 19-ാം തീയതി ഗുരുതിയാണ്. 20-ാം തീയതി രാജാവിന് മാത്രമേ ദർശനമുള്ളൂ. അദ്ദേഹം ദർശനം കഴിഞ്ഞ് 18-ാം പടി ഇറങ്ങി പണക്കിഴിയും താക്കോലും ഏൽപ്പിക്കുന്നതോടുകൂടിയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് നാളെ 17-ാം തീയതി വരെ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് വന്ന് ഭഗവാനെ കണ്ടുപോകണമെന്നുള്ളതാണ്. വ്യക്തിപരമായും വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും വ്യക്തിപരമായ സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വൃശ്ചിക മാസം തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പാണല്ലോ നമ്മൾ വരുന്നത്. പക്ഷെ അന്നത്തെ പാഠങ്ങൾ, അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഒരു പാഠമായിട്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങളത് കൈകാര്യം ചെയ്തത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ അശ്രാന്തമായ പരിശ്രമം. 2, മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മറ്റ് വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പരിശ്രമം. ഈ 2ഉം കൂടി ചേർന്ന് വന്നപ്പോഴാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടായി മാറിയത്. എന്തായാലും അതാണ് PS പ്രശാന്ത് പറയുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ശ്രീജ, എടുത്തു പറയേണ്ട, ഇന്നലെയൊക്കെ പമ്പയിൽ ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലായിരുന്നു. ഒരു രാത്രി ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തരവിടെ വല്ലാതെ ജാമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബസ്സുകളിൽ ഓരോന്നായി കയറി ആളുകൾ പോയി വന്നപ്പോഴേക്ക് ഏതാണ്ട് പുലർച്ചെ പിന്നിട്ടു. അത്രത്തോളം വലിയ തിരക്കാണ്. എന്തായാലും അത് വലിയ അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതെ അത് അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 20-ന് നടയടയ്ക്കുന്നതിന് മുന്നോടിയായി ഗുരുതിയുണ്ട് 19-ന്. ഇന്നലെ മുതൽ തന്നെ നായാട്ടുവിളി, അതായത് ഈ സന്നിധാനത്ത് മാളികപ്പുറത്ത് നിന്ന് ഈ 18-ാം പടിക്ക് താഴേക്കുള്ള നായാട്ടുവിളിയും അതിനോടനുബന്ധിച്ചുള്ള വിളക്കെഴുന്നള്ളത്തും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയും കാഴ്ചകളുടെ, ശബരിമല കാഴ്ചകളുടെ, പ്രത്യേകിച്ച് കളമെഴുത്തൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. അതൊക്കെ തേടിയെത്തുന്ന മലയാളി ഭക്തരുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്ന് രാവിലെയും വലിയ തിരക്ക് തന്നെയാണ്. നടപ്പന്തലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി ശ്രീജിത്ത്, മകരവിളക്കേ കഴിഞ്ഞിട്ടുള്ളൂ, അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ഇത്രയും ലക്ഷോപലക്ഷം തീർത്ഥാടകർ എത്തി അവർ സുരക്ഷിതരായി മടങ്ങി ഒരു സുരക്ഷിതമായ തീർത്ഥാടന കാലം നടത്താൻ കഴിഞ്ഞു എന്നതിൽ ദേവസ്വം ബോർഡിനും പോലീസിനും എന്തായാലും അഭിമാനിക്കും. സംക്രമസന്ധ്യ നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ആൻഡ് BLM. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം വളരെ പെട്ടെന്ന് ഒരിടവേളയ്ക്ക് ശേഷം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തൊഴുത് ഭക്തലക്ഷങ്ങൾ. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയും കണ്ട് മലയിറങ്ങി അയ്യപ്പന്മാർ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയത്. 18-ന് കളഭാഭിഷേകം, 19-ന്
മാളികപ്പുറത്തെ മഹാകുരുതിയോടെ മകരവിളക്കുത്സവം സമാപിക്കും. പീച്ചി ഡാം റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള എറിനാണ് മരിച്ചത്. മുരിങ്ങത്ത് പറമ്പിൽ ബിനോജിന്റെയും ജൂലിയുടെയും മകളാണ്. +1 വിദ്യാർത്ഥിനിയായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ചികിത്സയിലുള്ള നിമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ആശുപത്രി വൃത്തങ്ങൾ. മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്ത നിലയിൽ. കൊണ്ടോട്ടി സ്വദേശിനി 19 വയസ്സുകാരി ഷഹാന മുംതാസ് ആണ് മരിച്ചത്. ആത്മഹത്യ മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി കുടുംബം. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്ന് ആരോപണം. ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. കറുത്തത്, തടിച്ചത്, മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി. ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങാനുള്ള ബോണ്ടിൽ ഒപ്പുവയ്ക്കില്ലെന്ന നിലപാടിലാണ് ബോബി ചെമ്മണ്ണൂർ. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യവുമായി ജയിലിൽ തുടരുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രഖ്യാപനം. ജയിലിൽ ഡിഐജി ബോബി ചെമ്മണ്ണൂരുമായി വീണ്ടും വാർത്തകളിലേക്ക്. വയനാട്ടിൽ ഭീതി പടർത്തിയ കടുവയെ ഇപ്പോൾ വനം വകുപ്പ് സംഘം നേരിട്ട് കണ്ടു. പകൽ വെളിച്ചത്തിൽ ഈ കടുവയെ അങ്ങനെ ഒരു ദൃശ്യപരിധിയിൽ കാണാൻ കിട്ടുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രിയും കടുവ ഒരു ആടിനെ കൊന്നു. തുടർച്ചയായ 5-ാമത്തെ ദിവസം 5-ാമത്തെ ആടിനെയായിരുന്നു കൊല്ലുന്നത്. അനീഷ് കുമാർ വിവരങ്ങളുമായി ടെലിഫോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇന്ന് ആ സംഘം അവിടെ തുടർന്നത് തന്നെ ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊരു നിഗമനത്തിലായിരുന്നു. ഇനിയിപ്പോ എന്താണ്, ഒരു മയക്കുവെടി വെക്കാൻ കഴിയുന്ന ദൂരപരിധിയിലാണോ കടുവയെ കണ്ടത്? ശ്രീജ, തൂപ്ര കോളനിയിലാണ് ഏറ്റവും ഒടുവിൽ ആടിനെ കൊന്ന് കടുവ പോയത്. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് അവിടെ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കടുവ എത്തിയിരിക്കുന്നത്. രാവിലെ പുല്ലരിയാനായി പോയ ഈ പീറ്റർ എന്ന ചേട്ടനും ഭാര്യയുമാണ് ആ കടുവയെ കണ്ടത്. ചേട്ടാ, എവിടെ വെച്ചാണ് കണ്ടത്? എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ പില്ലേരിയായിരുന്നു. ഈ സൈഡിൽ കൂടെയാണ് കടുവ ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ കൊല്ലിലേക്ക് ഇറങ്ങി, ഇതിലേക്ക് ഇറങ്ങി താഴോട്ട് പോയി. ഇനിയിപ്പോ താഴെ എന്താ ഉള്ളത്? താഴെ പറമ്പാണ്. അല്ല, ഈ സൈഡ് പറമ്പുകൾ ഇങ്ങനെ റോഡ് ഇപ്പുറം സൈഡ്. ഹലോ ഹലോ അനീഷ് പറഞ്ഞോളൂ, കേൾക്കാം. ഈ സൈഡ് പിന്നെ ഒരു കൊല്ലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും പറമ്പ് തന്നെയാണ്. റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടുകൾ കുളം അപ്പുറ സൈഡിലാണ്. പിന്നെ വീടുകൾ കുറവാണ് ഈ സൈഡ്. പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആടിക്കൊല്ലിക്കാണ് വീടുകളുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ കടുവയുടെ കാര്യം കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് നേരിട്ട് കണ്ടപ്പോ ഒരു ഭയം തോന്നി. പെട്ടെന്ന് ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സൈസ്? ഒരു മീഡിയം സൈസ് ഉള്ളൂ. പിന്നെ സ്ലോവിലാണ് നടന്നു പോയത്. അധികം വലിപ്പമില്ല. അതൊരു ആരോഗ്യം ഇല്ലാത്തൊരു ഇതിലാണ് അവശനാന്ന് തോന്നുന്നുണ്ട് അല്ലെ? സാധാരണ കടുവൊക്കെ പാഞ്ഞായിരിക്കും. അതെ, ഇത് വളരെ സ്ലോവിലാണ് നടന്നു പോയത്. എന്തൊക്കെ ആടൊക്കെ ഉണ്ടോ വീട്ടിൽ? ഇല്ല, ആടൊന്നുമില്ല. ഇത് എന്റെ വീടല്ല. എന്റെ വീട് കുറച്ചപ്പുറയാണ്. ഞാൻ ഇവിടെ പറമ്പിൽ പുല്ലുവെട്ടാൻ വന്നത്. പശു ക്ഷീരകർഷകനാണ്. അതെ, ക്ഷീരകർഷകൻ. കൂടുതൽ ആൾക്കാരും ക്ഷീരകർഷകരാണ്. അതെ, ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഇത് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അറിയിച്ചോ? ഇവിടെ അത് തൊട്ടടുത്ത് പിന്നെ മെമ്പറെ വിളിക്കുകയാണ് ഇത്. അപ്പോഴാണ് എല്ലാവരും വന്നത്. ഈ രാവിലെ നമ്മൾ മറ്റൊരിടത്തുനിന്നായിരുന്നു അല്ലേ? അവിടെ വീണ്ടും ഒരു 1.5 കിലോമീറ്റർ മാറി, അതായത് ഈ വാർഡിന്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സുഹൃത്താണ് രാവിലെ നമ്മളെ വിളിക്കുന്നത്. അദ്ദേഹം കടുവയെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കടുവയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ എന്തായാലും മെമ്പറുടെ വാർഡിലാണ്. ഈ കഴിഞ്ഞ രാത്രി മുതൽ നമ്മുടെ വാർഡിലുണ്ട്. അതിനു മുമ്പ് മറ്റു വാർഡാണ്. അത് 9-ാം വാർഡിലായിരുന്നു. ഇന്ന് 8-ാം വാർഡിലേക്കുണ്ട്. അത് അടുത്ത് നമ്മുടെ അതിർത്തി ഒരു 11-ലേക്കാണ്. അത് വീണ്ടും 11-ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി 6-ാം വാർഡിലേക്ക് പോവാം. അപ്പൊ ആളുകളെല്ലാം വളരെ ജാഗ്രതയിലായിരിക്കണം. വളരെ ആശങ്കയിലാണ്. ഈ ആളുകളെ ഒഴിപ്പിക്കുന്നൊക്കെ ആളുകൾ പലയിടത്തും പുറത്തുണ്ട്. അതെ, രാവിലെ ആളുകൾ വീട്ടിലെ ഓരോരോ ജോലിക്ക് പോകാൻ വേണ്ടി, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ആളുകൾ പുറത്തുണ്ട്. ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ ആശങ്കയിലാണ് ഈ നാട്ടിലെ ജനങ്ങളുള്ളത്. അടിയന്തരമായിട്ട് പിടികൂട്ടണമെന്നാണ് പറയാനുള്ളത്. ഷീജാദാണ്. ഇവിടുന്ന് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഓരോ കുളത്തിനടുത്തും പറമ്പിലുമൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും ഈ ഡ്രോൺ ക്യാമറയിൽ കാണുന്ന വിഷ്വൽസിനനുസരിച്ച് പഞ്ചായത്ത് അംഗങ്ങളും മറ്റു പൊതുപ്രവർത്തകരും ഒക്കെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ വേഗം ആ സ്ഥലത്തു നിന്ന് മാറണം,
അവിടെ സുരക്ഷിതമല്ല എന്ന രീതിയിലൊക്കെ നിർദ്ദേശം കൊടുത്ത് ആളുകളെയൊക്കെ നീക്കിയാണ് ആ ഭാഗത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. മയക്കുവെടി അടക്കമുള്ള സൗകര്യങ്ങളുമായി അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തൂടെ കടന്നു പോയിരുന്നു. അകത്തേക്ക് ഈ കവുങ്ങിന്റെ തോട്ടമാണ്, ഇതിനപ്പുറമാണല്ലേ ആ മേഖല. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? അവിടേക്ക് ജനവാസം ഇല്ലാത്തൊരു മേഖല കൂടിയാണ്. നേരെ ഇങ്ങനെ കയറിയാൽ പിന്നെ ആടിക്കുരിയിലേക്ക് പോവാ. ഇപ്പൊ ഈ കവുങ്ങുതോട്ടത്തിൽ കൂടെയാണ് കടുവ പോയെന്നാണ് ഇപ്പൊ ചാച്ചൻ പറഞ്ഞിട്ടുള്ളത്, പീറ്ററേട്ടൻ പറഞ്ഞത്. ഇപ്പൊ ആളുകൾ പലയിടത്തും തോട്ടത്തിലൊക്കെ നിൽപ്പുണ്ട്. പല ആളുകളും പുല്ലുവെട്ട നാളാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ സംബന്ധിച്ച് ക്ഷീരമേഖലയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കർഷകരെല്ലാം രാവിലെ മറ്റു ജോലികൾക്ക് പോകുന്നതിന് മുമ്പ് ഈ തോട്ടത്തിൽ ഇറങ്ങി പുല്ലൊക്കെ വെട്ടിവെച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ രാവിലെ തോട്ടത്തിൽ ഇറങ്ങുന്ന സമയത്താണ് ഇപ്പൊ ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരോട് വിളിച്ചു പറയുന്നുണ്ട് അകത്ത് കയറുന്നല്ലേ? അതെ, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്ന പ്രദേശമായതുകൊണ്ട് വീടിന് പുറത്ത് നിൽക്കുന്ന ആളെ കാണുമ്പോൾ അപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് അകത്ത് കയറി നിൽക്കാൻ വേണ്ടിയുള്ള പറഞ്ഞിട്ടുണ്ട്. ശ്രീജി, ഇതാണ് RRT സംഘം കാടിനകത്താണ്. സമീപ പ്രദേശമുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിന് 3 വശവും വലയം ചെയ്തിട്ടുമുണ്ട് ഇതിനകം. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. പുലർച്ചെ മുതൽ തന്നെ ഈ കടുവയ്ക്കായുള്ള തെരച്ചിലാണ്. ഇന്നലെ രാത്രിയും ആടിനെ കൊന്നതോടെ ആ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് കടുവയെ കണ്ടിട്ടുണ്ട്. കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് സംഘം. ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഉത്സവ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ ഇത് ഈ മകര സംക്രമമൊക്കെ കഴിഞ്ഞ് സംക്രാന്തി കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ സമയമാണ്. മധുര അവണിയാപുരത്ത് ഇന്നലെ നടന്ന ജല്ലിക്കെട്ടിൽ പക്ഷേ ഇതിനിടെ ഒരു അപകടമുണ്ടായി. കാളയുടെ ചവിട്ടേറ്റ് മധുര സ്വദേശിയായ ഒരാൾ മരിച്ചു. മധുര സ്വദേശി നവീനാണ് മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പാലമേട്ടിലും നാളെ അലങ്കാനല്ലൂരിലും ജല്ലിക്കെട്ട് നടക്കും. വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ജല്ലിക്കെട്ട് തമിഴ് ജനതയുടെ ഒരു ആവേശ ഉത്സവമാണ്. അതിനിടയിലുള്ള അപകടങ്ങളൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. നിരോധിക്കണമെന്ന ഉത്തരവ് വന്നതും അതിന് പിന്നിലുണ്ടായ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഈ ജല്ലിക്കെട്ട് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു അപകടത്തിന്റെ വാർത്തയുണ്ട്. എന്നാലും അതെങ്ങനെയാണ് തമിഴ്നാട്ടിൽ വലിയ ആഘോഷമായി മാറുന്നത്? ശ്രീജ, തമിഴ് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ ഒരു ഉത്സവം കൂടിയാണ് ജല്ലിക്കെട്ട്. അത് ഏകദേശം ജല്ലിക്കെട്ടിന്റെ ചരിത്രം തന്നെ BC 400 മുതൽ തുടങ്ങുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയോ വർഷമായി, നൂറ്റാണ്ടുകളായി ഇത്തരം ജല്ലിക്കെട്ട് രീതികൾ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും പുതിയ കാലത്ത് വലിയ അപകടങ്ങളിലേക്കൊക്കെ വഴിതെളിക്കുന്നുണ്ട്. എല്ലാ തവണയും നിരവധി പേർ മരിക്കുകയും അതിലേറെ എത്രയോ ആളുകൾക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. വളരെ ചെറിയ 1-2 പേർക്ക് ഒഴികെ ബാക്കി മഹാഭൂരിപക്ഷം പേർക്കും വളരെ ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ്. ഈ അടുത്ത കാലം വരെയും പ്രഷർ കുക്കറോ പാത്രങ്ങളോ ഒക്കെ പോലുള്ള വളരെ ചെറിയ സമ്മാനങ്ങൾ മാത്രമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന തൊഴിലാളികളാണ് മഹാഭൂരിപക്ഷവും ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ജല്ലിക്കെട്ട് സീസൺ തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 31 വരെ, ജനുവരിയിൽ തുടങ്ങി മെയ് 31 വരെയുള്ള സീസണാണ് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട്. പുതുക്കോട്ട ജില്ലയിലാണ് പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട ജല്ലിക്കെട്ടുകളൊക്കെ നടക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ജല്ലിക്കെട്ട് നടക്കുന്നത് മധുര ജില്ലയിലാണ്. മധുര ജില്ലയിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് 3 പ്രധാന ജല്ലിക്കെട്ടുകൾ നടക്കുന്നത്. അതിൽ ഇന്നലത്തെ ജല്ലിക്കെട്ടിലാണ്, ആദ്യ ദിവസം ഇന്നലെ പങ്കെടുത്ത ജല്ലിക്കെട്ടിലാണ് ഒരാൾക്ക് മരണമുണ്ടായത്. അത് മധുര സ്വദേശിയാണ് മരണം. നവീൻ കുമാർ എന്നൊരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. നെഞ്ചിൽ കാളയുടെ ചവിട്ടേറ്റാണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. പെട്ടെന്ന് തന്നെ മധുര മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 20ഓളം പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. 1100ഓളം കാളകളാണ് ഈ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ 900ഓളം മനുഷ്യരും ചെറുപ്പക്കാരും കാളകളെ പിടിക്കാനായി നിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈ കാളകളെ ജല്ലിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുകയും ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഈ കാളകളുടെ മുതുകിൽ പിടിച്ച് കാളകളെ നിർത്തുകയും വേണം. അങ്ങനെ ഏറ്റവും കൂടുതൽ കാളകളെ പിടിച്ചു നിർത്തുന്ന ആളിനെയാണ് വീരനായി പ്രഖ്യാപിക്കുന്നത്, വിജയിയായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിന് 8 ലക്ഷം രൂപയും കാറുമാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒരു ആളും മെരുക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും മെരുക്കാൻ തയ്യാറാവാതെ വിജയിയായി നിൽക്കുന്ന കാളയുടെ ഉടമയ്ക്കാണ് 11 ലക്ഷം രൂപ വിലയുള്ള ഒരു ട്രാക്ടറാണ് സമ്മാനം. മറ്റ് നിരവധി സമ്മാനങ്ങളും ഇതിനൊപ്പമുണ്ട്. ഇത് പ്രധാനമായും സമ്മാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അവരുടെ വീരത്വം തെളിയിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ ഒരു അഭിമാനമൊക്കെയായി കാണുന്ന അവരുടെ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ പിന്തുടരുന്ന അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് പ്രധാനമായും ഇത്തരം ജല്ലിക്കെട്ട് ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഈ കാളകളെ മെരുക്കാൻ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ തരത്തിലേക്കുള്ള നിരവധി പേരുടെ മരണത്തിലേക്കും അപകടത്തിലേക്കും ഒക്കെ നീങ്ങാറുണ്ട്. കർശനമായ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് ഈ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള അപകടങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സീസൺ തുടങ്ങുമ്പോൾ തന്നെ മധുരയിൽ നടന്ന ആദ്യ ജല്ലിക്കെട്ടിൽ തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്നും തമിഴ്നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാരണം ഇത് അവരുടെ ഒരു
പാരമ്പര്യത്തിന്റെ തനിമയുടെ ഒക്കെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിലും മധുരയിലുള്ള ജല്ലിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സമാധാന കരാറിലേക്കാണ്. ഈ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വന്നേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ വെച്ച പ്രധാന വ്യവസ്ഥകൾ ഇസ്രയേലും ഹമാസും ഏറെക്കുറെ അംഗീകരിച്ചു. സൈനിക പിന്മാറ്റത്തിലും ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കുന്നതിലും അടക്കം ധാരണയായിട്ടുണ്ട് എന്നതാണ് സൂചന. എന്നാൽ ഇസ്രയേൽ സൈന്യം പിന്മാറിയാൽ ഗാസയുടെ ഭരണം ആർക്കാകും എന്നതിൽ ഒരു പൊതുധാരണ വന്നിട്ടില്ല. 15 മാസം മുമ്പ് തുടങ്ങിയ യുദ്ധം, ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 1,00,000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ട യുദ്ധം, അതിനാണിപ്പോൾ താൽക്കാലിക പരിഹാരമാകുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിലും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻകൈയിൽ നടന്ന ചർച്ചയിലാണ് 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിലേക്ക് ഇരുപക്ഷത്തെയും അടുപ്പിക്കാനായത്. പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ സംബന്ധിച്ച പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. ആദ്യഘട്ടത്തിൽ 33 ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കും. ഒരു വനിതാ സൈനികയ്ക്ക് പകരം 50 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം. മറ്റുള്ള ഓരോരുത്തർക്കും പകരം 30 പലസ്തീൻ തടവുകാരെ വീതം ഇസ്രയേൽ മോചിപ്പിക്കും. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിക്കിടയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറും. 16 ദിവസം കഴിഞ്ഞാൽ രണ്ടാം ഘട്ട ചർച്ച തുടങ്ങും. ഗസയിൽ തടവിൽ കഴിയുന്ന ഇസ്രയേൽ സൈനികരെ മോചിപ്പിക്കാനുള്ള കൂടുതൽ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിൽ. 42 ദിവസത്തിനുള്ളിൽ 1000 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും. മറുഭാഗത്ത് 34 ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഗസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ് പലസ്തീൻ ആവശ്യമെങ്കിലും ഇത് പൂർണ്ണമായും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. സൈന്യം പിന്മാറിയാൽ ഗസയുടെ ഭരണം ഹമാസിന് നൽകാനാവില്ലെന്ന നിലപാടിൽ ഇസ്രയേൽ മാറ്റം വരുത്തിയിട്ടില്ല. പലസ്തീൻ അതോറിറ്റിക്കും അധികാരം കൈമാറാനാവില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. അന്തർദേശീയ സമാധാന സംഘത്തെ ഭരണനിർവഹണത്തിനായി നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് ചർച്ചയിൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാവിലെ 8 മണിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങാനൊക്കെയുള്ള ഒരുക്കത്തിലായിരിക്കും, ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ. അവർക്കൊരു മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും ജില്ലകളിൽ ഒരു മഴ മുന്നറിയിപ്പ്, 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിലേക്കാണ്. അതായത് ഇന്ന് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ഡേ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ആ സ്പെഷ്യൽ ഡേ നമുക്ക് ന്യൂസ് 18നോടൊപ്പം ആഘോഷിക്കാമെന്ന് പറയാറുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്തെ ജാസിമിന്റെ മകൻ മുഹമ്മദ് ബിലാലിന്റെ 5ാം പിറന്നാൾ ഇന്നാണ്. അപ്പോൾ മുഹമ്മദ് ബിലാലിന് എ വെരി ഹാപ്പി ബർത്ത്ഡേ. കണ്ണടയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വികൃതിയായിരിക്കാൻ പറ്റട്ടെ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഇന്ന് നടക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ആ വാർത്തകളിലേക്ക് നമ്മൾ ഉറ്റുനോക്കേണ്ടത്? ഒറ്റയടിക്കറിയാം ഇന്ന് ഇത് സംഭവിക്കും. ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയേക്കും. ബോബിക്ക് ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ കേസിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബോബിയെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിക്കരുതെന്നാവശ്യപ്പെട്ട് ഗോപൻ സ്വാമിയുടെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. കല്ലറ പൊളിച്ചു പരിശോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. മലപ്പുറത്തെ 19-കാരിയായ നവവധുവിന്റെ മരണത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇന്നെടുക്കും. നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാലാണ് ഷഹാന മുംതാസ് ജീവൻ ഒടുക്കിയതെന്നാണ് പരാതി. ഷഹാനയുടെ സംസ്കാരം ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നടക്കുകയാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് വീണ്ടും റിയാദിലെ കോടതി പരിഗണിക്കും. ഇന്ത്യൻ സമയം 10:30 ശേഷമാവും കേസ് പരിഗണിക്കുക. സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റഹീം ജയിലിലായത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണ വിധേയരായ നേതാക്കളുടെ ജാമ്യാപേക്ഷ ഇന്ന്
കോടതി പരിഗണിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുക. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. കേസ് ഡയറിയും പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ഇന്ന് നടക്കും. വഖഫ് ബോർഡിനെയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമാണ് കമ്മീഷൻ കേൾക്കുക. ഹിയറിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. BJP ജില്ലാ പ്രസിഡന്റുമാരുടെ പാനൽ തയ്യാറാക്കുന്നതിനായി കോർ കമ്മിറ്റി ഇന്ന് ചേരും. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം. ഓരോ ജില്ലയിൽ നിന്നും പരമാവധി 3 പേരുടെ പാനൽ കോർ കമ്മിറ്റി യോഗത്തിൽ തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറും. കോൺഗ്രസ് ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ സോണിയാഗാന്ധി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉച്ചവരെ നീളുന്ന പരിപാടിയിൽ പ്രവർത്തക സമിതി അംഗങ്ങൾ, സംസ്ഥാന അധ്യക്ഷന്മാർ, നിയമസഭാ കക്ഷി നേതാക്കൾ, മുഖ്യമന്ത്രിമാർ, MP-മാർ, മുൻ മുഖ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കും. പാർട്ടിയുടെ സ്ഥാപക ദിനമായ ഡിസംബർ 28-ന് തുറക്കാനിരുന്ന മന്ദിരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കോട്ട്ല മാർഗിന്റെയും ദീൻദയാൽ ഉപാധ്യായ മാർഗിന്റെയും ഇടയിലുള്ള 2 ഏക്കർ സ്ഥലത്താണ് ഈ മന്ദിരം. അറ്റകുറ്റപ്പണികളെ തുടർന്ന് പുതുനഗരം പാലക്കാട് ടൗൺ സ്റ്റേഷന് ഇടയിലുള്ള 46-ാം നമ്പർ ലെവൽ ക്രോസ് ഇന്ന് രാത്രി മുതൽ അടച്ചിടും. ജനുവരി 16-ന് രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം. കേരളത്തിന്റെ ചാമ്പ്യൻ ക്ലബിനെ കണ്ടെത്താനുള്ള കേരള പ്രീമിയർ ലീഗിന് ഇന്ന് കിക്ക് ഓഫ്. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള FC-യും കേരള യുണൈറ്റഡ് FC-യും ഏറ്റുമുട്ടും. ഇന്ത്യൻ നേവിക്ക് ഇന്ന് ചരിത്ര ദിനം. 2 യുദ്ധക്കപ്പലുകൾ ഇന്ന് കമ്മീഷൻ ചെയ്യും. ഒരു മുങ്ങിക്കപ്പലും ഈ കൂട്ടത്തിൽ കമ്മീഷൻ ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വിശദമായി തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തൊഴുത് ഭക്തലക്ഷങ്ങൾ. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയും കണ്ട് മലയിറങ്ങി അയ്യപ്പന്മാർ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയത്. 18-ന് കളഭാഭിഷേകം, 19-ന് മാളികപ്പുറത്തെ മഹാകുരുതിയോടെ മകരവിളക്കുത്സവം സമാപിക്കും. പീച്ചി ഡാം റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള എറിനാണ് മരിച്ചത്. മുരിങ്ങത്ത് പറമ്പിൽ ബിനോജിന്റെയും ജൂലിയുടെയും മകളാണ്. +1 വിദ്യാർത്ഥിനിയായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ചികിത്സയിലുള്ള നിമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ആശുപത്രി വൃത്തങ്ങൾ. മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്ത നിലയിൽ. കൊണ്ടോട്ടി സ്വദേശിനി 19 വയസ്സുകാരി ഷഹാന മുംതാസ് ആണ് മരിച്ചത്. ആത്മഹത്യ മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി കുടുംബം. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്ന് ആരോപണം. ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. കറുത്തത്, തടിച്ചത്, മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി. ഹൈക്കോടതി ജാമ്യം നൽകിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങാനുള്ള ബോണ്ടിൽ ഒപ്പുവയ്ക്കില്ലെന്ന നിലപാടിലാണ് ബോബി ചെമ്മണ്ണൂർ. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യവുമായി ജയിലിൽ തുടരുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രഖ്യാപനം. ജയിലിൽ DIG ബോബി ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദത്തിൽ. DIG അജയകുമാർ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച. DIGക്കൊപ്പമുണ്ടായിരുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ 3 സഹായികൾ. ജയിലിൽ വേണ്ട സഹായം ഒരുക്കി കൊടുക്കാനാണെന്നാണ് സന്ദർശനമെന്ന് ആക്ഷേപം. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാക്കനാട് ജില്ലാ ജയിൽ അധികാരികളിൽ നിന്ന് വിവരങ്ങൾ തേടി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും. ഇതിനായി പട്ടിക തയ്യാറാക്കാൻ ഉത്തരവിറങ്ങി. ദുരിതബാധിതരുടെ ധനസഹായത്തിന് പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയും രൂപീകരിക്കും. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് കണ്ടെത്താനുള്ളത് 35 പേരെ. വയനാട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹാരിസൺസ് മലയാളം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മതിയായ
ജാഗ്രതയിൽ ആദ്യം മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നുള്ള വാർത്തയാണ്. അത് ഇന്നലെ ആ വാർത്ത വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മലപ്പുറത്ത് 19-കാരിയായ ഒരു നവവധു ഭർത്താവിന്റെ കുടുംബത്തിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇപ്പോൾ ഷഹാന മുംതാസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കൊണ്ടോട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CB അനുമോദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനുമോദ്, 19 വയസ്സാണ്. 19 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജീവിതം തുടങ്ങേണ്ട ഒരു പ്രായമേ ആയുള്ളൂ. അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം പറയുന്നത് നിറത്തിൻ്റെ പേരിൽ ആ കുട്ടി വളരെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാണ്. ഉത്രയും വിസ്മയും ഷഹാനയും, അങ്ങനെ ഈ പേരുകൾക്കൊന്നും ഒരു അവസാനം ഉണ്ടാവുന്നില്ല എന്നത് വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഷഹാനയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇവർ ഈ കാര്യത്തിൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ശ്രീജ, ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ കുട്ടിയുടെ സ്വയം ഉള്ള ജീവനൊടുക്കൽ. കാരണം ജീവിതം തുടങ്ങിയിട്ടില്ല. കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷം പോലും ആയിട്ടില്ല. കുട്ടിയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാനുള്ള കാലം ശേഷിക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഷഹാന ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നത്. അതിൻ്റെ ആ കുട്ടി മരിക്കാനുണ്ടായ കാരണങ്ങളാണ്, ഇതൊരു ജീവൻ ഒടുക്കാനുണ്ടായ കാരണങ്ങളാണ് അതിലേറെ വിഷമിപ്പിക്കുന്നത്. കാരണം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടായ അവഹേളനം, അതും ഈ ഒരു കാലത്ത് നിറത്തിൻ്റെ പേരിലും കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന പേരിലൊക്കെ നടത്തുന്ന അവഹേളനങ്ങൾ ആ കുഞ്ഞിനെ കളഞ്ഞു. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു ഘട്ടത്തിൽ ആ കുട്ടി ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്നാലും വീട്ടുകാർ അതീവ ദുഃഖാർത്തരാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സാധാരണക്കാരായ കുടുംബം, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഈ നിയമപരമായിട്ടുള്ള സഹായം സമൂഹം അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതെല്ലാം പോലീസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തിന് നടപടി എന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ പള്ളിയിലെ പരിസരത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പ്രദേശത്തെ കൗൺസിലർ കൂടിയായ ശ്രീ ബാബു നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇക്ക, അങ്ങയുടെ വാർഡിലാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് മനസ്സിലായത്. എന്താണ് ഇതിന്റെ ഈ ഒരു കുട്ടി ജീവനെടുക്കാൻ മാത്രമുള്ള കാരണങ്ങൾ? കൂടുതലൊന്നും അറിയില്ല. നമുക്ക് ഇങ്ങനെ പുറത്ത് കേട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ. നിറത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രേ അറിയുള്ളൂ. എന്താണ് കുടുംബത്തോട് സംസാരിക്കാൻ പറ്റിയത്? ഈ സാഹചര്യത്തിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇതല്ലല്ലോ. അവിടുന്ന് കേട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എടുത്തിട്ട് എന്താണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സഹായങ്ങളാണ് ഈ കുടുംബത്തിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുക? ഈ നിയമ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാണോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ ഖബറടക്കത്തിന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാവുകയാണ്. നമുക്ക് പലരും അതിൻ്റെതായ തിരക്കിലാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അവസാനത്തേക്ക് എത്തി. ഈ ദ്വായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും അവരിന്നലെ വന്നിരുന്നു, മൊഴിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നീങ്ങുന്നുള്ളൂ. റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളായിട്ട് കിട്ടും. ഈ ശബ്ദ സന്ദേശങ്ങളെ കുട്ടിയുടെ ഫോണിലുള്ളതൊക്കെ അതൊക്കെ പോലീസിന്റെ ഇത് കൈമാറിയിട്ടുണ്ട്. പോലീസിന് 2 ഫോണുണ്ട്. 2 ഫോണും പോലീസ് അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ അവർ റൂം പരിശോധിച്ചിട്ടൊന്നുമില്ല. റൂം അവർ റൂം അവർ അടച്ചുപൂട്ടി ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് ഇന്ന് പോയി ഒന്ന് കുറച്ച് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചതിന് ശേഷം എന്താണ് നമ്മളത് നിങ്ങളെ അറിയിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ അവർ പോലീസിന് കൊടുത്തതിന് ശേഷമാണ് നിങ്ങളെ അറിയിക്കേണ്ടത്. നമ്മൾ അറിയിക്കാം തീർച്ചയായിട്ടും. തിരക്കിന് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. ശ്രീജ, അതാണ് ഈ സമയമാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. പക്ഷേ ഇത് ഈ കുട്ടിയുടെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്തായാലും ആ കാരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ അവരുടെ കയ്യിലുള്ള തെളിവുകൾക്കും അത് അന്വേഷിച്ച് സ്ഥിരീകരിക്കാൻ പോലീസിനും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. 19 വയസ്സാണ്, ജീവിതം തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഇന്നലെ ജീവൻ അവസാനിപ്പിച്ചത്. ഇനി നെയ്യാറ്റിൻകരയിൽ ഇന്നും ആ തർക്കവും വിവാദവും ഒക്കെ നെയ്യാറ്റിൻകരയിൽ തുടരുകയാണ്. വിവാദ സമാധി കല്ലറ പൊളിച്ച് പരിശോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കോടതിയെ സമീപിക്കാൻ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് സബ് കളക്ടർ സാവകാശം നൽകിയിരുന്നു. അതേസമയം കോടതിയെ സമീപിക്കാനുള്ള നീക്കം മനഃപൂർവ്വം വൈകിപ്പിച്ചാൽ മതിയായ സുരക്ഷയിൽ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ചയോ മറ്റോ ആണ് ഈ മരണം സംഭവിക്കുന്നത്. ഇത്രയും ദിവസങ്ങളായി ഇങ്ങനെ ഒരു മരണത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ തെളിവുകൾ നശിച്ചു പോകാൻ കൂടി സാധ്യതയുണ്ട്. ഈ സംശയ ദൂരീകരണത്തിന് വേണ്ടത് തെളിവുകളാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഇനിയും ഇതിങ്ങനെ താമസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് പോലീസും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നത്? ശ്രീജ, കല്ലറ പൊളിക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കും. ജില്ലാ കളക്ടറുടെ തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മനഃപൂർവ്വം ഈ കല്ലറ പൊളിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സംശയം പോലീസിനുണ്ട്. അതൊരു സാമുദായിക പ്രശ്നമാക്കി മാറ്റാൻ, ഒരു വർഗീയ നിറം നൽകാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു. അതാണ് പോലീസ് ഒന്ന് പിൻവാങ്ങിയത്. കാരണം ഈ കല്ലറ പൊളിക്കുന്നത് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമെന്ന നിലപാടുമായി ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകളും മറുഭാഗത്ത് കല്ലറ പൊളിച്ചേ തീരുവെന്ന നിലപാടുമായി SDPA പോലുള്ള സംഘടനകളും രംഗത്ത് വന്നു. അതാണ് അവിടെ ഒരു ആശയക്കുഴപ്പം, ആശങ്ക പോലീസിനും ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കോടതി പറയട്ടെ എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിയത്. ഏതായാലും കുടുംബം ഇന്ന് ഹൈക്കോടതി റിട്ട് പെറ്റീഷൻ നൽകുമെന്നാണ് അവരുടെ അഭിഭാഷകൻ പറയുന്നത്. അത് വൈകിയാൽ ഒരുപക്ഷെ പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ ജില്ലാ ഭരണകൂടം പോയേക്കും. മക്കൾ ഇയാളെ കല്ലറയിൽ അടയ്ക്കുകയായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അത് മരണശേഷമാണോ അല്ലയോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ ഗോപൻ എന്നയാൾ നടന്ന് ഈ കല്ലറയിൽ പോയി കിടന്നു എന്നൊക്കെയാണ്. അതായത് എണീറ്റ് നടക്കാൻ കഴിയാതെ ചികിത്സയിലായിരുന്നയാൾ മരണസമയത്ത് എണീറ്റ് നടന്ന് കല്ലറയിലേക്ക് പോയി കിടന്നു എന്നല്ല, അത് മറ്റൊരു രീതിയിൽ അവിടെ ഇരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും അതിലൊന്നും പോലീസ് ആരും വിശ്വസിക്കുന്നില്ല. ഈ കല്ലറ പൊളിച്ചേ മതിയാകും നിലപാടിലാണ് പോലീസിനുള്ളത്. 2 കാരണങ്ങൾ കൊണ്ടാണത്. ഒന്ന്, കല്ലറയ്ക്കുള്ളിൽ ഈ മൃതദേഹം ഉണ്ടോ എന്നത് പരിശോധിക്കണം. അതിനുശേഷം മരണത്തിന് മുമ്പാണോ ഈ കല്ലറയിൽ ഇയാളെ കൊണ്ടിരുത്തിയത് അല്ലെങ്കിൽ കിടത്തിയതെന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. അത്തരം കാര്യങ്ങൾ സംശയ ദൂരീകരണത്തിന് പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകുന്നതിന് പരമാവധി വൈകാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കുടുംബം ഇത് കോടതിയിൽ പോയാൽ കോടതി വിധി വരെ ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം സ്വല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ പോലും കല്ലറ പൊളിക്കൽ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ശരി അരുൺ, നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഇന്ന് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമാണ്. കോടതിയുടെ നടപടികൾക്ക് കാത്തു നിൽക്കുന്നുണ്ടോ അതോ ഈ ഒരു വിഷയത്തിൽ സംശയ ദൂരീകരണത്തിനായുള്ള നടപടികളിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് വലിയ വാർത്തയാണ്, വിവാദമാണ്. വിധി വന്നു, അതിനുശേഷം ജയിലിൽ നിന്ന് വളരെ ആഘോഷപൂർവ്വം പ്രതികളെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ് CPM. ഈ കേസിൽ നിയമ പോരാട്ടത്തിനായി പണപ്പിരിവ് നടത്താൻ ഇറങ്ങുന്നു CPM. 2 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഒരംഗം 500 രൂപ നൽകണം. ജോലിയുള്ളവർ 1 ദിവസത്തെ ശമ്പളം നൽകണം. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഒരു നിയമ പോരാട്ടം വേണ്ടിവരുമെന്ന് എന്തായാലും CPM-ന് അറിയാം. ഇപ്പോൾ 4 പേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഇങ്ങനൊരു വലിയ 2 കോടി രൂപ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പണപ്പിരിവിലേക്ക് CPM ഇറങ്ങുന്ന സാഹചര്യം എന്താണ്? ശ്രീജ, ഈ കാര്യത്തിൽ നേരത്തെയും CPM ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. വീണ്ടും അതായത് ഈ മാസം 20-നകം ഒരംഗം 500 രൂപ വെച്ച് നൽകണം. അതായത് ജോലിയുള്ളവർ 1 ദിവസത്തെ ശമ്പളം നൽകണം. അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ 1 ദിവസത്തെ ശമ്പളം നൽകണം. ഇത്തരത്തിലാണ് നിർദ്ദേശം നൽകിയത്. അത് മാത്രമല്ല, ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 28,970 അംഗങ്ങളാണ് ഈ ജില്ലയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ 2,40,00,000
40 ലക്ഷത്തോളം രൂപ, ക്ഷമിക്കണം, 1,40,00,000 രൂപ ഇത്തരത്തിൽ പിരിക്കാനാവും. അത് 20-നകം നൽകണമെന്നാണ് പറഞ്ഞത്. ഏതായാലും 2021 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വലിയ തോതിൽ പണം പിരിവ് നടന്നത്. അന്ന് പാർട്ടി ഓഫീസുകളുടെ അന്തിമ ജോലികൾക്ക് എന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയത്. ഏതായാലും വീണ്ടും CPM ഇത്തരത്തിൽ പണപ്പിരിവുമായി രംഗത്തിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന്, നേതാക്കളടക്കം 5 പേരെ 5 വർഷം തടവിനുമാണ് ശിക്ഷിച്ചത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേർ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ വലിയ തോതിൽ ഇത്തരത്തിൽ രക്തഹാരമൊക്കെ അണിയിച്ചായിരുന്നു സ്വീകരിച്ചതും. എന്തായാലും വീണ്ടും ഇപ്പോൾ പണപ്പിരിവിന് CPM ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. വലിയ നിയമ പോരാട്ടം തന്നെ CPM പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിയമ പോരാട്ടത്തിനുള്ള ഫണ്ട് ശേഖരണമാണ് ഇപ്പോൾ CPMന്റെ ലക്ഷ്യം. 2 കോടി രൂപയാണ് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. രാവിലെ തൽക്കാലം ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇത് കണ്ടോ സോഷ്യൽ മീഡിയയിലെ വിശേഷങ്ങൾ കാണാം. അതിനുശേഷം മടങ്ങിയെത്താം. പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തൊഴുത് ഭക്തലക്ഷങ്ങൾ. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയും കണ്ട് മലയിറങ്ങി അയ്യപ്പന്മാർ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയത്. 18-ന് കളഭാഭിഷേകം, 19-ന് മാളികപ്പുറത്തെ മഹാകുരുതിയോടെ മകരവിളക്ക്